നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രാരംഭ ഈ രാത്രിയോഗത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥയിൽ തോരാത്ത മഴയും ജലപ്രളയവും ഉരുൾപൊട്ടലും മറ്റും പ്രകൃതിക്ഷോഭത്താൽ അനേകർ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുകയും ജീവഹാനി സംഭവിക്കുകയും ചെയ്ത ഈ അടുത്ത കാലത്തിൽ നമ്മുടെ ദൈവം നമ്മളെ കൺമണി പോലെ കാത്ത് ഇത്തരത്തിൽ പരിപാലിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയല്ലാതെ മറ്റൊന്നുമല്ല. നമുക്ക് അതിന് തക്ക യോഗ്യതയോ അതിന് തക്കതായ പുണ്യപ്രവൃത്തികളോ ഒന്നും ദൈവത്തിന് മുൻപാകെ അവകാശപ്പെടുവാനായിട്ട് ഇല്ലല്ലോ. ദേശമെമ്പാടും വ്യത്യാസമന്യേ സമാധാനം നാൾക്കുനാൾ കുറഞ്ഞു വരുന്നു. ചെറിയവർക്കും വലിയവർക്കും ഭരിക്കപ്പെടുന്നവർക്കും ഭരിക്കുന്നവർക്കും ഭരണതലങ്ങളിലും മറ്റ് വിവിധ മേഖലകളിലും അസ്ഥിരത ഒരു ഒഴിയാബാധയായി കാണപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഭരണം എപ്പോഴും അസ്ഥിരതയുള്ളതായി നിലനിൽക്കുന്നത് കൊണ്ട് ദേശം ദുഃഖിക്കുന്നു. ജനം പലതരത്തിലുള്ളതായ നഷ്ടങ്ങളെ അഭിമുഖീകരിക്കുന്നു. എങ്കിലും ഇന്നത്തെ അന്തരീക്ഷവും സാഹചര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒരു സുസ്ഥിരമായ ഭരണത്തിൻ്റെ ആഗമനം വിളംബരം ചെയ്യുകയാണ് എന്നത് നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തെ മാതൃകാപരമായി ഭരിക്കുന്ന ആ സഹസ്രാബ്ദ വാഴ്ചയുടെ ഒരു വിളംബരമാണ് ഈ അസ്ഥിരത നമ്മളെ വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ ആ പ്രത്യാശയെ ഈ കാലം ഒന്നും കൂടെ പുതുക്കുന്നത് ദൈവഹിതമാണ്. യേശുക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുമ്പോൾ ഇന്നീ കാണുന്ന ആ ചന്ദ്രൻ്റെ വെളിച്ചം സൂര്യനെ വെളിച്ചത്തിന് തുല്യമാകുമെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. സൂര്യൻ്റെ പ്രകാശം 7 ഇരട്ടിയാകും പോലും തിന്മയുടെ സരിഗമ പോലും അവിടങ്ങ് കേൾക്കുകയില്ല. അത് തികച്ചും നീതിയും ന്യായവും വിശുദ്ധിയും പരിജ്ഞാനവും നിറഞ്ഞ ഒരു അനുഗ്രഹീതമായ ഭരണകാലമായിരിക്കും. ക്രിസ്തുവിനോടുകൂടെ അതിൽ ഒരു പങ്കാളികളാകുവാൻ ദൈവം നമ്മളെയും ഉദ്ദേശിക്കുന്നു. ദൈവം നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ആകുന്നു നമ്മുടെ ആശാകേന്ദ്രം. ദൈവത്തിൻ്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നു, നമുക്ക് ധൈര്യം നൽകുന്നു, ഭാവി പ്രത്യാശയും പ്രദാനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കും. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടി പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ശമൂവേലിന്റെ പുസ്തകം ഒരു ചരിത്ര ഗ്രന്ഥമാണ്. വൈവിധ്യമാർന്ന വിഷയങ്ങളുടെ വാതായനം വായനക്കാട് മുൻപിൽ തുറന്നിട്ടുകൊണ്ട് വേദപുസ്തകം മുന്നേറുമ്പോൾ തിരുവചന സത്യങ്ങളുടെ ആധികാരികതയെ അടിവരയിടേണ്ടതിന് പരിശുദ്ധാത്മാവ് ചരിത്ര സംഭവങ്ങളെ അതേപടി പകർത്തിയിരിക്കുകയാണ്. വിവിധ കാലയളവിൽ ദൈവം പലരോടും അരുളപ്പാടുകൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആ അരുളപ്പാടുകൾ ആ കേട്ട വ്യക്തിക്ക് മാത്രമോ അവർ ജീവിച്ചിരുന്ന കാലങ്ങളിലേക്ക് മാത്രമോ പ്രസക്തമല്ല, എക്കാലത്തേക്കും പ്രസക്തമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ചരിത്ര സംഭവങ്ങളെല്ലാം ജീവസുറ്റ നിലയിൽ രേഖപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് എഴുത്തുകാരെയും ബലപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒത്നിയേൽ മുതൽ ശമൂവേൽ വരെയുള്ള ന്യായാധിപന്മാരുടെ 200 വർഷത്തെ ചരിത്രമാണ് നമ്മൾ ന്യായാധിപന്മാർ എന്ന പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് നാം കാണുന്ന ഈ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകവും ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ ചരിത്രവും രാജാക്കന്മാരുടെ ചരിത്രവും വളരെ ഭംഗിയായി വിളക്കി ചേർത്തിരിക്കുകയാണ്. അവസാന ന്യായാധിപനായ ശമൂവേലും ആദ്യ രാജാവായ ശൗലും തമ്മിലുള്ള രഹസ്യ സംഭാഷണമാണ് നാം വായിച്ചു കേട്ടതായ ഈ വേദഭാഗം. ഈ അധ്യായം നമ്മൾ നോക്കുമ്പോൾ ആദ്യ രാജാവായ
ശൗലിനോട് ഉള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ വിവിധ വശങ്ങൾ ഗ്രഹിപ്പാൻ കഴിയുന്നു. 2 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങളിൽ ശൗലിനെ സംബന്ധിച്ച് പ്രവാചകനായ ശമൂവേൽ നൽകുന്ന 12 കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ നിറവേറുവാൻ പോകുന്ന 12 കാര്യങ്ങൾ നമുക്ക് സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. തദനന്തരം ഈ ശൗൽ പ്രാപിച്ചതായ 50 അനുഗ്രഹങ്ങൾ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുകയാണ്. ഒന്നാമത്, നാം ഇപ്പോൾ വായിച്ചതായ വേദഭാഗത്തിൽ കാണുന്നത് പോലെ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. രണ്ടാമത്, ദൈവം അവനോട് കൂടെ എന്ന അനുഭവം ഉണ്ടായി. 3, അവനൊരു പുതിയ ഹൃദയത്തിൻ്റെ ഉടമയായി. 4, അവൻ ആൾ മാറിയവനെ പോലെയായി. 5, അവനൊരു പ്രവാചകനായി. സ്തോത്രം. ഇതിനെല്ലാം മുന്നോടിയായി കീശിൻ്റെ മകനായ ശൗലിനെ ശമൂവേൽ പ്രവാചകൻ തനിയെ നിർത്തി അവനോട് സംസാരിക്കുകയാണ്. ശൗൽ തനിയല്ല ശമൂവേലിൻ്റെ അടുക്കൽ വന്നത്, അവന് തൻ്റെ ഭൃത്യനെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. പക്ഷേ ശമൂവേൽ ആദ്യം പറയുന്നു, നിന്റെ കൂടെ വന്ന ആ വ്യക്തിയെ മുൻപോട്ട് പറഞ്ഞു വിട്ടാട്ടെ, എനിക്ക് നിന്നോട് സ്വകാര്യമായി സംസാരിപ്പാനുണ്ട്, എനിക്ക് നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് ആലോചന അറിയിപ്പാനുണ്ട്. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആലോചന നമ്മളോട് വ്യക്തിപരമായാണ് ദൈവം തൻ്റെ ആലോചനയെ നമുക്ക് അറിയിക്കുന്നത്. ഇന്ന് ഈ മീറ്റിങ്ങിൽ നിങ്ങൾ പലരും കുടുംബമായി വന്നിട്ടുള്ളവരുമുണ്ട്. അപ്പൻ, അമ്മ, മക്കൾ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, മറ്റു പലരും. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, നിങ്ങൾ സകുടുംബം വന്നതാണെങ്കിലും ദൈവത്തിന് ഇന്ന് രാത്രിയിൽ നിന്നോട് വ്യക്തിപരമായി തന്നെ ആലോചന പറയുവാനുണ്ട്. എല്ലാവരോടും ചേർത്തല്ല, ദൈവം നിന്നോട് ഒറ്റയ്ക്ക് വിളിച്ച് തനിയെ തൻ്റെ അരുളപ്പാട്, ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാന് അറിയിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. ഒരു വാഹനത്തിൽ നിങ്ങൾ പല കുടുംബങ്ങൾ ചേർന്ന്, ഒന്നിലധികം കുടുംബത്തിൽപ്പെട്ടവർ ചേർന്ന് വന്നിരിക്കുക. എന്നാൽ ഒറ്റയ്ക്ക് നമ്മോട് ദൈവം തന്നെ ആലോചന അറിയിപ്പാൻ താല്പര്യപ്പെടുന്നു. ഇത്രയും വലിയൊരു സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ കൂടെ ദൈവം ഇടപെടുന്നത് ഒരു മനുഷ്യനോടാണ്, തൻ്റെ ആലോചന ഒരു വ്യക്തിയോടാണ്. എല്ലായ്പ്പോഴും ഒരു വ്യക്തിയോട് വ്യക്തിപരമായി സ്വകാര്യമായി ഇടപെടുന്നതാണ് ദൈവത്തിൻ്റെ ശൈലി. സംസാരിക്കുന്ന ദൈവത്തിനറിയാം ഇതാരോടാണ് പറയുന്നതെന്ന്. കേൾക്കുമ്പോൾ കേൾക്കാരനും അറിയാം ഇതാരോടാണെന്ന്, ഇതെന്നോടാണെന്ന് അറിയാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അന്ന് രാത്രിയിൽ നമുക്കും ശൗലിനെ പോലെ ഭൃത്യനെ മുൻപോട്ട് വിട്ടിട്ട് ശമൂവേലും നമുക്കും തനിയെ നിൽക്കാം. അല്ലെങ്കിൽ ശമൂവേല് പ്രതിനിധീകരിക്കുന്ന ദൈവവും ഞാനും എന്ന നിലയിൽ വ്യക്തിപരമായ രാത്രിയിൽ നമ്മൾ ആയിരിക്കുമെങ്കിൽ നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കും. നാം ദൈവസന്നിധിയിൽ, കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ എന്നല്ല, ഞങ്ങളോടുള്ള അരുളപ്പാട് അറിയിക്കണമെന്നല്ല, ഞങ്ങളെക്കുറിച്ചുള്ളതായ അവിടുത്തെ ഉദ്ദേശ്യം വെളിപ്പെടുത്തണമെന്നല്ല, നമുക്ക് തനിയാക്കി കർത്താവേ എന്നോടുള്ള നിന്റെ ആലോചന, എന്നോടുള്ള നിന്റെ അരുളപ്പാട് അറിയിക്കണമേ എന്ന അപേക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മോട് അടുത്ത് വരും. നാം കർത്താവേ നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞാൻ വാഞ്ചിക്കുന്നു എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുമെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നാം വായിച്ചതായ കുറിവാക്യത്തിൽ ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. 10-ാം അധ്യായം 6-ാം വാക്യം, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോട് കൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുന്നു, നീ ആൾ മാറിയവനെ പോലെ ആകുമെന്നാണ്. ഇന്ന് ദൈവം നമ്മോടും പറയുന്ന വ്യക്തമായ ആലോചന, നീ ഒരാൾ മാറിയവനെ പോലെ ആയിത്തീരും. നിങ്ങൾ മുൻപ് ആരായിരുന്നു എന്നുള്ള ദൈവം നോക്കുന്നില്ല, ഇപ്പോൾ ആരായിരിക്കുന്നു എന്ന് ദൈവം നോക്കുന്നില്ല. പക്ഷേ നിങ്ങളെ ആരാക്കാമെന്ന് ദൈവം ചിന്തിക്കുകയാണ്. അഥവാ നാം ഇന്നലെ എന്തായിരുന്നു, ഇന്ന് എന്തായിരിക്കുന്നു എന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ ഒരാൾ മാറിയവരാക്കുക, അതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മളെ പുതിയ സൃഷ്ടിയാക്കുക എന്ന ദൈവത്തിൻ്റെ ഉദ്ദേശ്യമാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നിത്യത
ഇവിടെ തിരശ്ശീല മറ നീക്കുമ്പോൾ അവിടുന്ന് സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് ആ ശബ്ദം വിളിച്ചു പറയുന്നത്? വായിച്ചാട്ടെ. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നുവെന്ന് സിംഹാസനത്തിലിരിക്കുന്നവൻ അരുളി ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ദൈവത്തിൻ്റെ സിംഹാസനം നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അവൻ്റെ ശബ്ദം നമ്മുടെ മധ്യം മുഴങ്ങുന്നു. അവൻ നമ്മളോട് പറയുകയാണ്, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. പഴയതിനോട് കൂട്ടിച്ചേർക്കുകയല്ല, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിനെ പല വീക്ഷണത്തിൽ കണ്ടവരുണ്ട്. യഹൂദ ജനത കണ്ടത് ക്രിസ്തു അവരറിഞ്ഞിരിക്കുന്നതിനോട് എന്തോ അല്പം കൂട്ടിച്ചേർക്കാൻ വന്നവൻ എന്ന നിലയിലായിരുന്നു. അവർക്ക് അവരുടെ മതത്തെക്കുറിച്ച്, അവരുടെ മോശയെക്കുറിച്ച്, ന്യായപ്രമാണത്തെക്കുറിച്ചൊക്കെ ക്രമത്തിൽ അധികമായ പ്രശംസയും ഊറ്റം കൊള്ളലും ഉള്ളവരായിരുന്നു. അവർ വിചാരിച്ചു അതാണ് ആകത്തുക, അതാണ് ലോകത്തിൽ ഏറ്റവും മെച്ചമായതിനപ്പുറം ഒന്നുമില്ല. എങ്കിലും ക്രിസ്തുവിനെ ദർശിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞതിൽ നിന്ന് ഏതോ അല്പസ്വല്പം അതിനോട് കൂട്ടിച്ചേർക്കുവാൻ ഇവനുണ്ട് എന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ടാണ് ഉപദേഷ്ടാവായ നിക്കോദെമോസ് യേശുവിനെ സമീപിച്ചത്. നീ ദൈവത്തിനടുക്കൽ വന്നു, ഞങ്ങൾ അറിഞ്ഞതും ഗ്രഹിച്ചതിനോട് എന്തൊക്കെയോ അല്പം കൂടെ നിന്റെ പക്കൽ ഉണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ക്രിസ്തു അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, പഴയ വസ്ത്രത്തോട് പുതിയ വസ്ത്രം ആരും തുന്നിച്ചേർക്കുമാറില്ല. അത് ഒരു ഭോഷത്വമാണ്. പഴയ വസ്ത്രത്തിൽ കീറൽ ഒരു പുതിയ തുണിക്കണ്ടം ചേർത്താൽ ഒടുവിൽ ആ തയ്യൽ അവിടെ വെച്ച് വലിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നതായ കീറലിനേക്കാൾ ആ വസ്ത്രത്തിൻ്റെ ഇത് വലുതായിട്ട് മാറും. ആരും പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുകയില്ല. പുതിയ വീഞ്ഞിന് അല്പം വീര്യം കൂടുതലുള്ളത് കൊണ്ട് പഴയ തുരുത്തിക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാൽ തുരുത്തി പൊളിയുകയും ചെയ്യും, വീഞ്ഞ് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പുതിയ വീഞ്ഞ് പുതിയ തുരുത്തി പകരും. ഒരിക്കലും കൂട്ടിച്ചേർക്കൽ ക്രിസ്തുവിൻ്റെ പക്കലില്ല. ഞാൻ മുമ്പ് അറിഞ്ഞതിനോട് എന്തൊക്കെ അല്പം കൊണ്ട് അറിവ് ഇല്ല, ക്രിസ്തുവിന് അങ്ങനെ ഇല്ല. എൻ്റെ ഇതുവരെ ഉള്ളതായ ഞാൻ ജനിച്ച് വളർന്ന മതം, സഭ, പാരമ്പര്യം, അനുഷ്ഠാനങ്ങൾ ഇതിനോട് ചേർത്ത് എന്തൊക്കെയോ അല്പം കൂടെ ദൈവം പഠിപ്പിക്കും. അല്ലല്ല, ക്രിസ്തുവിന് കൂട്ടിച്ചേർക്കലില്ല, അവന് തുന്നിത്തയ്ക്കലില്ല, അവന് റിപ്പയറിംഗ് ഒന്നുമില്ല. അവൻ എല്ലാം തികച്ചും പുതുതാക്കുന്നവനാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സിംഹാസനത്തിന്റെ ശബ്ദം കേൾക്കുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. എങ്ങനെയാണ് പുതുതാക്കുന്നത്? പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു എങ്ങനെയാണ് പുതുതാക്കൽ സംഭവിക്കുന്നതെന്ന്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. എപ്പോൾ പുതുതാകുന്നു എന്ന് ചോദിച്ചാൽ, ഒരുവന് ക്രിസ്തുവിലായാൽ അവന് പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ഒന്നും നന്നാക്കിയെടുക്കുകയല്ല, ഒന്നും കേടുപോക്കിയെടുക്കുകയല്ല. ഇനി ഒന്നും കൂടെ പറഞ്ഞാൽ, കേടുപോക്കിയെടുക്കാവുന്ന നിലയിലല്ല മനുഷ്യന്റെ സ്ഥിതി. യെരമ്യാ പ്രവാചകൻ 17-ാം അധ്യായത്തിൽ മനുഷ്യ ഹൃദയത്തെക്കുറിച്ച് ഇങ്ങനൊരു യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നു. മനുഷ്യന്റെ ഹൃദയം എല്ലാറ്റിനേക്കാളും ഈ ലോകത്തിൽ എത്രയോ കാപഢ്യങ്ങളുണ്ട്. കാട്ടുമൃഗങ്ങൾ കാപഢ്യപരമായി മറ്റു മൃഗങ്ങളെ വേട്ടയാടുകയാണ്. ചില മത്സ്യങ്ങൾ പോലും വളരെ തന്ത്രപരമായി മറ്റു മത്സ്യങ്ങളെ ഭക്ഷിക്കുകയാണ്. ജീവനുള്ളവയെ പോലും വളഞ്ഞു പിടിച്ച് ഭക്ഷിക്കുന്ന സസ്യങ്ങൾ പോലും കൊടുവനങ്ങളിലുണ്ട്. ലോകത്തിൽ കാപഢ്യവും വഞ്ചനയുമുള്ള എത്രയോ സൃഷ്ടികളുണ്ട്. പക്ഷേ ഇതാ ദൈവത്തിന് വചനം പറയുന്നു, എല്ലാ കാപഢ്യത്തെക്കാളും മനുഷ്യഹൃദയത്തിന്റെ കാപഢ്യമാണ് വലുത്. കപടവും വിഷമവും ഉള്ളത്. അത് കപടവും വിഷമം. എന്താണ് വിഷമം? നന്നാക്കുവാൻ വിഷമമായത് എന്നാണ് എൻ്റെ അർത്ഥം. ഇതേറെ കപടം നിറഞ്ഞതാണ് ഹൃദയം. ഇതിനെ അല്പസ്വല്പം തുന്നിത്തൈക്കളിലൂടെ
അതിനെ ഒന്ന് ഏർപ്പാട് ചെയ്ത് എടുക്കാൻ പറഞ്ഞാൽ നടക്കുകയില്ല. ഇത് പൂർണ്ണമായും കണ്ടം ചെയ്തിട്ട് പുതിയതൊന്നാക്കാനേ കഴിയുകയുള്ളൂ. പ്രിയ കേൾവിക്കാരായ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം ദൈവം നന്നാക്കിയെടുക്കാനല്ല, ഹൃദയത്തെ പുതുതാക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. നമ്മുടെ ഹൃദയം നന്നാക്കാൻ വയ്യാതെ വണ്ണം അത്ര മോശമായിരിക്കുന്നു. ഒരു പാപിയുടെ ഹൃദയം ദൈവത്തിന് നന്നാക്കിയെടുക്കാൻ കഴിയാതെ വണ്ണം അത്ര കപടമുള്ളതായി മാറിയിരിക്കുന്നു. നന്നാക്കാൻ കഴിയാതെ വിഷമമേറിയതായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ഇത് നന്നാക്കാൻ മെനക്കെടുന്നില്ല, ദൈവം അതിനെ പുതുതാക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവം നമുക്കൊരു പുതിയ ഹൃദയത്തെ നൽകുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. അവൻ നമ്മളെ പുതുതാക്കുക, അതാ ദൈവത്തിൻ്റെ പ്ലാൻ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് സമർപ്പിച്ചിരിക്കുമെങ്കിൽ പുതുതാക്കുന്ന ഒരു പ്രവൃത്തി പ്രായഭേദമന്യേ ആമാലവൃത്തം ജീവിതത്തിലും നടക്കും എന്നതിന് തർക്കമില്ല. എപ്പോഴാണ് ദൈവം പുതുതാക്കുന്നത്? എവിടെയാണ് പുതുതാക്കുന്നത്? ദൈവം പുതുതാക്കുന്നത് നാളെയുമല്ല, അവൻ ഇപ്പോൾ തന്നെ പുതുതാക്കാൻ താല്പര്യപ്പെടുകയാണ്. എവിടെയാണ് പുതുതാക്കുന്നത്? ചിലവിയായിരിക്കും മനുഷ്യനെ എടുത്ത ഒരു പുതിയ സ്ഥലത്തേക്ക്. ഇപ്പോൾ ചൊവ്വയിൽ കോളനി സ്ഥാപിക്കുന്നത് പറഞ്ഞപ്പോൾ, ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ 1,00,000 പേര് ഒറ്റ കവിഞ്ഞെന്നാണ് പറയുന്നത്. എന്തോ ചിലവൊന്നും ചോദിച്ചിട്ടില്ല, എന്നും നടക്കുമെന്ന് ചോദിച്ചിട്ടില്ല, വെറുതെ എന്ത് കേട്ടാലും എടുത്തിയാടാൻ മനുഷ്യരുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ചൊവ്വയിലോ വ്യാഴത്തിലോ ശുക്രനിലോ കൊണ്ടുപോയി ഒരു പുതിയ ജീവിതമല്ല. ദൈവം തന്നെ ആയിരിക്കുന്നിടത്ത് നിന്ന് ഇപ്പോൾ അവിടുത്തെ സഭയിൽ അവിടുത്തെ വിശ്വാസികളോട് അവിടുത്തെ വേലയോട് ചേർന്ന് പോകാൻ കഴിയാത്തത് കൊണ്ട് പുതിയൊരു സ്ഥലത്ത് കൊണ്ടുപോയി പുതിയ സൃഷ്ടിയാക്കുകയല്ല. ഇപ്പോൾ നീ ആയിരിക്കുന്നിടത്ത് നിന്റെ സഹപ്രവർത്തകരുമായി നിനക്ക് യോജിപ്പാനും വിജയകരമായി പ്രവർത്തിപ്പാനും കഴിയാത്തത് കൊണ്ട് പുതിയൊരു സ്ഥലത്ത് കൊണ്ടുപോയി പുതിയ സൃഷ്ടിയാക്കുകയല്ല. ദൈവത്തിൻ്റെ പ്ലാൻ നീ ആയിരിക്കുന്നിടത്ത് തന്നെ നിന്നെ പുതുതാക്കുക എന്നതാണ്. സ്ഥലം പുതുതാക്കുന്നതല്ല, സാഹചര്യങ്ങൾ പുതുതാക്കുകയല്ല, ദൈവം നമ്മളെ പുതുതാക്കുന്നു. നാം പുതുതാകുമ്പോൾ ബാക്കിയെല്ലാം പുതുതായിക്കൊള്ളും. ഒരു കുടുംബത്തിൽ, ഒരു ജോലി സ്ഥലത്ത്, ഒരു വിദ്യാഭ്യാസ മേഖലകളിൽ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ, പക്ഷേ അവൻ എന്നെയും നിന്നെയും പുതുതാക്കുന്നു. അതോടുകൂടെ എല്ലാം പുതുതായിക്കൊള്ളും. ഒരു കുടുംബത്തിൽ നിന്നെ ഒരു പുതിയ ഭർത്താവാക്കുവാൻ, ഒരു പുതിയ കുടുംബനായകനാക്കുവാൻ, ഒരു പുതിയ ഭാര്യയാക്കി തീർക്കുവാൻ, ഒരു പുതിയ കുടുംബനായിയാക്കി മാറ്റുവാൻ, ഒരു പുതിയ അപ്പനെ ഒരു പുതിയ അമ്മയാക്കി മാറ്റുവാൻ, നീ ആയിരിക്കുന്ന അതേ കുടുംബത്തിൽ അതേ സാഹചര്യത്തിൽ ഒരു പുതിയ മരുമകളാക്കി മാറ്റുവാൻ, ആ കുടുംബത്തിൽ നിന്നെ ഒരു പുതിയ അമ്മായിയമ്മയാക്കി മാറ്റുവാൻ ദൈവം നാം ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മളെ പുതുതാക്കാൻ താല്പര്യപ്പെടുകയാണ്. ആ കുടുംബത്തിൽ, ആ ചുറ്റുപാടിൽ, ആ പ്രതികൂലങ്ങളിൽ, അതേ മനുഷ്യരുടെ അതേ സാഹചര്യങ്ങളിൽ, അതേ പ്രതികൂലങ്ങൾ, അതേ അനുഭവങ്ങൾ മധ്യേ ദൈവം നമ്മളെ പുതുതാക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം അവരുടെ മധ്യേ ആൾ മാറിയവരെ പോലെയായി തീരും. സ്തോത്രം. ഇത് സാധ്യമാകുന്നില്ലെന്ന് വരികിൽ നാം മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായി മാറും. ഞാനൊരിക്കൽ വായിപ്പാനിടയായി, ഒരു പ്രവാചകൻ ഒരു സ്ഥലത്ത് ചെന്നുപോലും താൻ പല കാര്യങ്ങളൊക്കെ പ്രവചിക്കുകയും പല വരങ്ങളും കൃപകളൊക്കെ ജ്വലിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ താൻ പറഞ്ഞു, എനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ളതായ വരം ദൈവം തന്നിട്ടുണ്ടെന്ന്. എല്ലാവരും മൂക്കത്ത് കൈവച്ചു. അത്രയ്ക്ക് ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ കാണിച്ചു തരാം, വന്നാട്ടെ. ഇവിടുത്തെ സെമിത്തേരി എവിടാ? നേരെ സെമിത്തേരിയിലേക്ക് പോയി പോലും. എല്ലാവരും പുറകെ പോയി, വലിയ ജനാവലിയാണ്. അവിടെ പോയി നിന്നു. അദ്ദേഹം മൊത്തം ഒന്ന് കണ്ണോടിച്ച് നോക്കി. ഒരുപാട് കല്ലറകളുണ്ട്. ശരി, അതിൽ നിന്ന് ഒരു കല്ലറയിലേക്ക് ശ്രദ്ധിച്ചിട്ട്, ഈ കല്ലറയിൽ ഇതൊരു അധികം പഴക്കമില്ലാത്തൊരു കല്ലറയാണ്, ഏതാനും മാസങ്ങളെ പഴക്കമേ തോന്നുന്നുള്ളൂ, ഇതിനുള്ളിൽ ആളെ ഉയർപ്പിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് അതിന് മുൻപിൽ പോയി നിന്നു. എല്ലാവരും ആകാംക്ഷപൂർവമായി ശ്വാസമടക്കി പിടിച്ച് കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയുടെ ചെറുപ്പക്കാരിയുടെ നിലവിളി ഉയർന്നു. ഒരു കൈക്കുഞ്ഞുമായി നിൽക്കുന്ന അവൾ പറയുകയാണ്, സാറേ അരുതേ, ചതിക്കല്ലേ. എന്താ? അതെൻ്റെ അമ്മായിയമ്മയുടെ കല്ലറയാ, മരിച്ചിട്ട് 3 മാസമേ ആയുള്ളൂ. സത്യം പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായി 3 മാസം കൊണ്ട് സ്വസ്ഥമായി ജീവിക്കുകയാണ്. എന്നെ എൻ്റെ ഭർത്താവിന് നമ്മൾ ഭിന്നിപ്പിച്ചിരുന്നതായ ഒരു ശക്തിയാണ് ആ കല്ലറയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കുന്നത്. ദേവി ഇത് ചതിക്കല്ലേ എന്ന് പറഞ്ഞെന്നാണ്. സ്തോത്രം. കൽപ്പിത കഥയോ നടന്ന കഥയോ എങ്കിലും അതിനകത്തൊരു യാഥാർത്ഥ്യം അടങ്ങിയിട്ടുണ്ട്.
ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ഫ്യൂണറൽ സർവീസിലും നടക്കുന്ന സാക്ഷ്യങ്ങൾ കേവലം കണ്ണുപടച്ച പരേതനെ അങ്ങ് പുകഴ്ത്തുകയാണ്. അയ്യോ, ഇദ്ദേഹം നഷ്ടപ്പെട്ടത് തീരാത്ത നഷ്ടമാണ്. ഇന്നും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുറെ കാലം കൂടെ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതാണ്. ഇതെല്ലാം കേൾക്കാൻ കർത്താവ് വരാത്തത് നമ്മുടെ എല്ലാം രക്ഷ അല്ല. കർത്താവ് കേട്ടുകൊണ്ടിരിക്കുകയും ആ വ്യക്തി ഉയർപ്പിക്കുകയും ചെയ്താൽ ഉടനെ തിരിച്ചു പറയും, കർത്താവെ കടുങ്കൈയായി പോയല്ലോ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ഇതിനെല്ലാം കാരണം സമൂഹത്തിൽ ജീവിക്കുന്നത് വരികിലും നാം ഒരു പുതിയ സൃഷ്ടി അല്ലാത്തതിനാൽ, നാം ആള് മാറിയവരായി ജീവിപ്പാൻ കഴിയാതെ പോകുന്നതിനാൽ കുടുംബത്തിന് ബാധ്യത, സമൂഹത്തിന് ബാധ്യത, വ്യക്തികൾക്ക് നാം ഒരു പ്രശ്നം. ശ്രദ്ധിച്ചാട്ടെ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. അതെവിടെ? നാം ആയിരിക്കുന്നിടത്ത് തന്നെ, ആ പഴയ കുടുംബത്തിൽ, ആ പഴയ സ്ഥലത്ത്, ആ പഴയ പ്രവർത്തന മേഖലകൾ തന്നെ ദൈവം നമ്മളെ പുതുതാക്കുവാനായി ആഗ്രഹിക്കുകയാണ്. നമുക്കാണ് ഒരു മാറ്റം വരേണ്ടത്, വേറൊരുവനല്ല. പലപ്പോഴും നാം വിരൽ ചൂണ്ടി അവൻ്റെ സ്വഭാവം ഒന്ന് മാറിയെങ്കിൽ, അവൻ വലിയ വാശിക്കാരനാ, അവൻ എന്നോട് മിണ്ടുന്നില്ല, അവൻ്റെ വാശി ഒന്ന് മാറണം, ഇന്നാരുടെ വാശി മാറണം, ഇന്നാരുടെ സ്വഭാവം മാറണം. അല്ല, മാറ്റം നമുക്കാണ് വരേണ്ടത്. പത്തനാപുരത്തുകാരാ വിശ്വാസത്തിലൂടെ കാണുമല്ലോ. എങ്കിലും കുറെ കാലങ്ങൾക്ക് മുമ്പ് പത്തനാപുരത്തൊരു സംഭവം ഉണ്ടായി. സഭായോഗത്തിൽ ചിലർക്കെങ്കിലും ഓർമ്മ കാണും. സഭായോഗത്തിൽ സാക്ഷ്യ സമയത്ത് ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഈ സഭയിലെ ഇന്നാരും ഞാനും തമ്മിൽ സംസാരിച്ചിട്ട് 8 വർഷമായി. ഒരേ സഭയിലാണ് ആരാധിക്കുന്നത്, പക്ഷേ ഞങ്ങൾ സംസാരിച്ചിട്ട് 8 വർഷങ്ങളായി. മിണ്ടാട്ടമില്ലാതെ അന്യോന്യം വേർത്ത് ജീവിക്കുകയാണ്. എന്നാൽ ഇത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. ഇന്ന് അത് പരിഹരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. ഇന്നല്ല, ഇപ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ആ സഹോദരനെ കൈപിടിച്ചങ്ങ് എഴുന്നേൽപ്പിച്ചു പോലും. എന്നിട്ട് എൻ്റെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം തെറ്റെൻ്റെ ഭാഗത്താണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ച് കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. രണ്ടുപേരും കൂടെ ആ ആരാധന മധ്യേ കരച്ചിലും തുടങ്ങി പോലും. ആ ഒരു കാഴ്ച ആ സഭയിൽ അന്നുണ്ടായിരുന്നവരുടെ ഹൃദയത്തെ എല്ലാം ഉരുകുമാറാക്കി. അവരുടെയൊക്കെയും പലരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വിദ്വേഷങ്ങൾ, ഭാരങ്ങൾ, പിണക്കങ്ങളെല്ലാം അതോടെ പോകത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ശക്തമായ പ്രവർത്തനം ആ സഭയിൽ നിന്നുണ്ടായി. ആർക്കാണ് മാറ്റം വരേണ്ടത്? അവനും അവൾക്കുമല്ല, എനിക്കാണ് മാറ്റം വരേണ്ടത്. എനിക്കൊരു മാറ്റം വരുമ്പോൾ ബാക്കിയെല്ലാം മാറ്റത്തിന് വിധേയമായിക്കൊള്ളും. 1 ശമൂവേൽ 10:6 ശമൂവേൽ ശൗലിനെ നോക്കി വ്യക്തമായി പറയുന്നു, നീ ആൾ മാറിയവനെ പോലെ ആയിത്തീരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ ലക്ഷ്യങ്ങളിൽ, നമ്മുടെ ജീവിത പദ്ധതികളിൽ, നമ്മുടെ ഭാവി കാര്യപരിപാടികളിൽ ദൈവം ഒരു മാറ്റം ഒരു മാറ്റത്തെ ഉളവാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശൗലിനെ നോക്കിയാൽ അവൻ ശമൂവേലിന്റെ അടുക്കൽ വരുന്നത് ഇതിനു മുൻപ് അതിനൊരു കാരണമുണ്ട്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചവൻ, ഒട്ടേറെ ആടും മാടും കഴുതിയ സമ്പത്ത്, മൃഗസമ്പത്തുള്ള ഒരു കുടുംബത്തിൽ അംഗം. അവരെ കഴുതുകളെ കാണാതെ പോയി പോലും. ഈ ധനാഢ്യനായ കീശിൻ്റെ യൗവനക്കാരനായ മകനായ ശൗല് അതിനെ തേടി കണ്ടെത്താനുള്ളതായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ഭൃത്യനെ കൂട്ടി ദേശമെമ്പാടും നടന്നു. കണ്ടുകിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി എവിടെ കണ്ടുകിട്ടും പോലും. അപ്പോഴാണ് ആരോ പറഞ്ഞത്, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, ഈ പ്രവാചകൻ ഏത് കാര്യവും ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നതായിരിക്കും. ശരി, അദ്ദേഹത്തെ സമീപിക്കാം, നമ്മുടെ പ്രശ്നങ്ങളെ പങ്കുവയ്ക്കാം. ദൈവത്തിന് താൻ മൂലമായി നമുക്ക് വല്ല തുമ്പും തരാൻ കഴിയുമെങ്കിലോ? പക്ഷേ നാം കാണുന്നത് ശമൂവേൽ ശൗലിനോട് പറയുകയാണ്, ശൗലേ, ആ അധ്യായം അടഞ്ഞിരിക്കുന്നു. 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീന്റെ അതിരിങ്കിലെ സെൽസഹൽ റാഹേലിന്റെ കല്ലറയ്ക്കരികെ വെച്ച് 2 ആളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ പുറപ്പെട്ടു പോകുന്നതായ കഴുതകളെ കണ്ടു കിട്ടിയിരിക്കുന്നു. ആ അധ്യായം തീർന്നു.
അടുത്തത്, നിന്റെ അപ്പൻ കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ടു എന്റെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് വിഷാദിച്ചിരിക്കുന്നു എന്ന്. ശൗലേ, നീ കഴുതയെ അന്വേഷിച്ച് നടന്നു, പക്ഷേ ആ അധ്യായം അടഞ്ഞിരിക്കുന്നു. അതിനെ കണ്ടു കിട്ടി. ഇപ്പോൾ നിന്റെ പിതാവ് എൻ്റെ മകനെ കുറിച്ച് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? കഴുതയെ കാണാതെ പോയി, കഴുതയെ തേടിപ്പോയി, കഴുതയെ കിട്ടി, ഇനി മകനെ എങ്ങനെ കിട്ടും? നിന്റെ അപ്പന് നിന്നെക്കുറിച്ചുള്ളതായ വിചാരമാണ് മുഖ്യം. ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് രാത്രിയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളല്ല ദൈവത്തിന് മുഖ്യം, നാം തന്നെയാണ് ദൈവത്തിന് മുഖ്യം. നമ്മുടെ ആവശ്യങ്ങളല്ല വലുത്, നമ്മളാണ് ദൈവത്തിന് വലുത്. നാം അഭിമുഖീകരിക്കുന്നതായ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോ അഭിലാഷങ്ങളോ അല്ല ദൈവം ഇടപെടുന്നത്, ദൈവം നമ്മോട് ഇടപെടുകയാണ്. കാരണം നമ്മോട് ഇടപെടുന്നതിലൂടെ ആ കാര്യങ്ങൾക്കും ഒരു പരിസമാപ്തി ഉണ്ടാകും. കഴുതിയെ ഇനി അന്വേഷിക്കേണ്ട, എൻ്റെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഒരു പ്രവചനം അവൻ്റെ ലക്ഷ്യത്തെയും പ്ലാനുകളെല്ലാം മാറ്റിമറിച്ചു. പല സന്ദർഭങ്ങളിലും ദൈവജനം കൂടി വരുമ്പോൾ കൃപ വരം പ്രാപിച്ചവര് ദൈവത്തിൻ്റെ ദൂത് ദൈവത്തിന് പകരം അറിയിക്കുന്നതാണ് പ്രവചനം. ദൈവത്തിൽ നിന്ന് ഒരുവൻ ദൈവത്തിൻ്റെ ദൂത് വാങ്ങി ദൈവത്തിന് പകരം ജനത്തെ അറിയിക്കുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. ഒരു പ്രവചനം മതി ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യങ്ങളെ ആകെ മാറ്റിമറിക്കുവാൻ. കാരണം സ്വന്തം പ്ലാനിൽ സ്വന്തം ആഗ്രഹപ്രകാരം ഏത് വഴിയെ പോകേണ്ടുവെന്ന് നടക്കുന്നൊരു വ്യക്തിയോട് ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്, ദൈവത്തിൻ്റെ വഴി എന്താണ്, ദൈവത്തിൻ്റെ ആശയം എന്താണ്, ദൈവത്തിൻ്റെ കരുതൽ എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നതാണ് പ്രവചനദ്വാര ദൈവം ഉദ്ദേശിക്കുന്നത്. ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആലപ്പുഴയിൽ പഠിക്കുകയായിരുന്നു. ആലപ്പുഴയിലായിരുന്നു. ശുശ്രൂഷകര് മാസയോഗത്തിന് പോയിട്ട് മടങ്ങി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാസയോഗത്തിന് ഒരു പ്രവചനം നടന്നു, അത് നിന്നെക്കുറിച്ച്. അതെന്താന്ന് ചോദിച്ചാൽ, നീ ലോകത്ത് ജീവിക്കേണ്ടവനല്ല, നീ ശുശ്രൂഷ ചെയ്യേണ്ടവനാണ്. ഞാൻ ഇത് കൊള്ളാമല്ലോ. അതും എൻ്റെ അപ്പൻ്റെ പേരും എൻ്റെ പേരും പറഞ്ഞ് വ്യക്തമായിട്ടാണ് പ്രവചനം. ശരി, ഞാൻ എൻ്റെ കൊക്കിലത് ഒതുക്കി. കൺവെൻഷനായാണ് എനിക്ക് കോട്ടയത്ത് പോകാൻ അവസരം കിട്ടിയത്. പോയപ്പോൾ എൻ്റെ ആദ്യത്തെ ലക്ഷ്യം പ്രവചനം പറഞ്ഞ ആളെന്ന് കണ്ടുപിടിക്കണം. എൻ്റെ അപ്പൻ്റെ പേരും എൻ്റെ പേരൊക്കെ പറഞ്ഞ ഇത് വിളിച്ച് പറഞ്ഞ ആൾ ഏത് അർത്ഥത്തിലായിരിക്കും പറഞ്ഞത്? ഞാൻ പോയി ഒടുവിൽ ആ വ്യക്തിയെ കണ്ടെത്തി. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു എൻ്റെ പേരിന്. നീയാണോ ആള്? ഞാൻ പറഞ്ഞു, എന്താ? ഞാൻ പറഞ്ഞു, എന്നെക്കുറിച്ച് ഒരു പ്രവചനമൊക്കെ തട്ടിവിട്ടെന്ന് കേട്ടു. എന്താ അത്? അത് പറയാം. ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയല്ലേ. ഞാൻ അന്ന് എൻ്റെ ദൈവം എന്നെ മുൻപാകെ കൊണ്ട് നിർത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവൻ എൻ്റെ വേല ചെയ്യേണ്ടവനാണ്, ഇവൻ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ടവനല്ല. നീ ഇത് ദൂതായിട്ട് അറിയിക്കാൻ പറഞ്ഞു. താൻ കണ്ണു തുറന്നു, അവിടെ എല്ലാം പരതി നോക്കി, കണ്ട രൂപം ഒരാൾ വന്നിട്ടില്ല. ഞാൻ പോയിട്ടില്ലല്ലോ. കണ്ണടച്ച് വീണ്ടും അങ്ങനെ ഇരുന്നു. രണ്ടാമത് അതേ രൂപം കാണിച്ച് അതേ ആലോചന, നീ ഇത് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും മുക്കും മൂലയും പരതി നോക്കി, തൻ്റെ മുൻപിൽ കാണുന്ന രൂപം പോലെ ഒരു കുട്ടിയെ കാണുന്നില്ല. വീണ്ടും കണ്ണടച്ചിരുന്നപ്പോൾ മൂന്നാമതും ഇതുപോലെ. അപ്പോൾ താൻ പറഞ്ഞു, കർത്താവേ, ആളിവിടെ വന്നിട്ടില്ലല്ലോ. ദൈവം പറഞ്ഞു, ആൾ വന്നിട്ടില്ല, പക്ഷേ നീ പ്രവചിക്കുക എന്ന് പറഞ്ഞു. ഒരു പ്രവചന ശബ്ദം ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെയും പ്ലാനുകളെയും ആകെ മാറ്റിമറിക്കുന്നതായി. എന്താണ് ഞാൻ എന്തിനായി ജനിച്ചു? ദൈവം എന്നെ എങ്ങനെ കണ്ടിരിക്കുന്നു? എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്? പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ, നമ്മുടെ ഭാവി കാര്യപരിപാടികളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ളതായ പദ്ധതികളിൽ ദൈവം ഒരു സമൂല മാറ്റത്തെ വരുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ തികച്ചും ആൾ മാറിയവനെ പോലെയാക്കി മാറ്റുകയാണ്. എന്താണ് നമ്മളെക്കുറിച്ചുള്ളതായ നമ്മുടെ പ്ലാൻ? എന്താണ് നമ്മെക്കുറിച്ചുള്ളതായ പിതാവിൻ്റെയോ മാതാവിൻ്റെ സഹോദരങ്ങളുടെ പ്ലാൻ? ഇതിൽ നിന്ന് പക്ഷേ വ്യത്യസ്തമായ ദൈവത്തിൻ്റെ പ്ലാൻ. ദൈവം ജീവിതത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് തൻ്റെ ആലോചനയായി നമ്മെ അറിയിക്കുകയാണ്.
നമ്മെക്കുറിച്ചുള്ള നമ്മുടെ പദ്ധതിയേക്കാൾ, നമ്മെക്കുറിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളുടെ പദ്ധതിയേക്കാൾ ചിലപ്പോൾ വളരെ വ്യത്യസ്തമായിരിക്കാം ദൈവത്തിൻ്റെ പദ്ധതി. നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ പദ്ധതിയെ തിരഞ്ഞെടുക്കുന്നവരായി തീരുക. ശമൂവേലി ശമൂവേൽ പ്രവചനം പറയത്തക്കവണ്ണം അവനിവിടെ എത്തിച്ചേർന്നതിൻ്റെ കാരണം എല്ലാം കഴിഞ്ഞ കാലങ്ങൾ സംഭവിച്ചെല്ലാം ഒരു നിമിത്തം അല്ല. ശമൂവേലേ, കഴുതയെ തേടി ഞാൻ വന്നതല്ലേ? എങ്ങനെയാണ് വിഷയം? ഇല്ലില്ല. ശൗലേ, ഈ കഴുതയെ കാണാതെ പോയതും നീ ഭൃത്യനെ കൂട്ടി തേടാൻ പുറപ്പെട്ടതെല്ലാം കേവലം ഒരു നിമിത്തം മാത്രം. നിന്നെ ഇവിടെ കൊണ്ടുവരുന്നതും നിന്നോട് അരുളപ്പാട് അറിയിക്കുന്നതും വേണ്ടി ദൈവം ഒരുക്കിയ വഴികൾ മാത്രമാണ്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ പലതും ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം. രോഗം വന്നിരിക്കാം, അപകടം സംഭവിച്ചിരിക്കാം, തോൽവി പറ്റിയിരിക്കാം, നഷ്ടങ്ങൾ വന്നിരിക്കാം, താഴ്ചയിൽ കടന്നുപോയിരിക്കാം, അപമാനം കടന്നുപോയിരിക്കാം. ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മുടെ പ്ലാനും പദ്ധതികളും തകിടം മറിഞ്ഞിരിക്കാം. കേവലം ഒരു നിമിത്തം മാത്രം. ദൈവം ഇവയെല്ലാറ്റിലൂടെ തൻ്റെ ആലോചന അറിയിക്കേണ്ട സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നിന്നെ തനിയെ നിർത്തി നിന്നോട് പറയുകയാണ്, മകനെ, മകളെ, എനിക്ക് നിന്നെക്കുറിച്ച് വ്യക്തമായ പദ്ധതി മനസ്സിലുണ്ട്. അതിനായി സമർപ്പിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ രാത്രിയിൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന് ശ്രേഷ്ഠമായ പ്ലാനിനെ തിരഞ്ഞെടുക്കാം. കർത്താവേ, എന്നെക്കുറിച്ചുള്ളതായ നിന്റെ പ്ലാൻ അത് എപ്പോഴും ശ്രേഷ്ഠമായി തന്നെയായിരിക്കുമല്ലോ. ആകയാൽ എന്നെക്കുറിച്ചുള്ളതായ നിന്റെ പ്ലാനിനായി എന്നെ സമർപ്പിക്കുന്നു. എന്നെ ആൾ മാറിയവനാക്കണമേ എന്ന് സമർപ്പിക്കുന്നവര് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആമേൻ. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പുതുക്കുക ആ ദൈവത്തിൻ്റെ പ്ലാനാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യൻ തൻ്റെ ജന്മ സാഹചര്യങ്ങളും വളർന്ന സാഹചര്യങ്ങളുമാണ് അവൻ്റെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത്. ആ സാഹചര്യങ്ങൾ അവൻ്റെ വിശ്വാസങ്ങളെ ശരിക്കും സ്വാധീനം ചെലുത്തുകയാണ്. നമ്മൾ എരിഹോ എന്ന പട്ടണത്തിൽ ജീവിച്ചിരുന്ന രാഹാബ് എന്ന പേരുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് കാണുന്നുണ്ട്. ആ സ്ത്രീയുടെ ജനിച്ചു വളർന്ന ആ വിജാതീയമായ പശ്ചാത്തലം, ഏത് ദൈവത്തെ ആരാധിക്കുന്നു, എങ്ങനെ ആരാധിക്കുന്നു, ആചാര അനുഷ്ഠാനങ്ങൾ, പൂജാകർമ്മങ്ങൾ, പ്രാർത്ഥനകൾ, ഇതിലൊക്കെ വേറിട്ട ഒരു നിലയിലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാനിൽ അവിടെ ഒരു ശരിയായ ദൈവബന്ധത്തിലേക്ക് കൊണ്ടുവന്നു. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ആ കണ്ടെത്തൽ അവൾ പങ്കിടുന്നത് കേൾക്കാൻ കഴിയും. ഒന്ന് വായിച്ചാലും. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്ന വേറൊരു ദൈവമില്ല. ആമേൻ. ഇതിനു മുൻപ് പല ഞങ്ങളുടെ ജനനം മുതൽ പല ദൈവത്തെക്കുറിച്ച് കേട്ടും പല ദൈവത്തിൽ വിശ്വസിച്ചും പലര് പരിചയപ്പെടുത്തിയതായ ആചാരങ്ങളിൽ ഞങ്ങൾ ജീവിച്ചു വന്നിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു, ഒരു വ്യത്യസ്തനായ ദൈവത്തെ. അതിന് കാരണം, അങ്ങനെ ഒരു മാറ്റത്തിന് കാരണം ഞങ്ങൾ കേട്ടു. എന്ത് കേട്ടു? നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവം പ്രവർത്തിച്ചതെല്ലാം ഞങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ മിസ്രൈമിൽ നിങ്ങൾ പാർത്തിരുന്ന കാലത്ത് നിങ്ങളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായി ഒരു ദൈവം ചെയ്തതൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ ഒരു കടലിനെ 2ആയി വെട്ടിമുറിച്ചുകൊണ്ട് നിങ്ങളെ ഇത്രയും ലക്ഷം പേര് ഇക്കരെ കടത്തിയ ആ നിസ്തുലനായ ദൈവത്തെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സുദീർഘമായ 40 വർഷങ്ങൾ മരുഭൂമിയിൽ ഭക്ഷണവും വെള്ളം നൽകി പോഷിപ്പിച്ച് ശത്രുസംഹാരം നടത്തി ഒരു ചിറകടിയിൽ ഒരു തള്ളപ്പക്ഷി കുഞ്ഞിനെ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിച്ച് ഒരു മകനെ ഒരപ്പൻ തൻ്റെ തോളിൽ ചുമന്ന് കൊണ്ടുപോകുന്ന പോലെ അത്ര സുരക്ഷിതമായി നിങ്ങളിവിടം വരെ എത്തിച്ചതും സർവോപരി ഈ ഞങ്ങൾ പറക്കുന്ന കനാൻ ദേശത്തോട് അടുത്ത് നിങ്ങൾ വന്നെത്തിയിരിക്കുന്നു, ഇവിടം വരെ കൊണ്ടുവന്നിരിക്കുന്നതും ഇതൊക്കെ ഞങ്ങൾ കേട്ടു.
നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഒന്നൊന്നാ ഞങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി. നിങ്ങളുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം മീതോ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഇല്ല. നമ്മുടെ കൺവെൻഷനുകളിൽ സാക്ഷ്യത്തിന് ഒരല്പസമയം വേർതിരിക്കുന്നത് ഇതേ ലക്ഷ്യത്തോടു കൂടിയാണ്. ഒരു സാക്ഷ്യം എന്താണ്? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, അതാണ് സാക്ഷ്യം. ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് ഭിന്നമായിരിക്കാം നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ ആചാരം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തുവെന്ന് പറഞ്ഞത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ തെരഞ്ഞെടുപ്പിനൊരവസരം ഒരുങ്ങുകയായി. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇതുവരെയും വിശ്വസിച്ച എൻ്റെ ആ പാരമ്പര്യത്തെ ഞാൻ തുടർന്നു പോകണമോ, അതോ ഈ നന്മകളൊക്കെയും ഈ പ്രിയപ്പെട്ടവന് ചെയ്ത ഈ ദൈവത്തെ ഞാൻ സ്വീകരിക്കണമോ? മുൻപിൽ ഒരു ചോദ്യചിഹ്നം. എത്രയോ കൺവെൻഷൻ വേദികളിൽ അനുഭവ സാക്ഷ്യം കേട്ട് എത്രയോ പേര് ജീവനുള്ള ദൈവത്തെ പിൻപറ്റിയിരിക്കുന്നു. ഈ യേശു രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു. ഈ വിശേഷിക്കപ്പെട്ടതായ ദൈവത്തെ പിൻപറ്റുവാനായി തീരുമാനമെടുത്തിരിക്കുന്നു. ഒരു കേൾവി, അതാണ് ഈ രാഹാബിനെ ആകെ മാറ്റിമറിച്ചത്. അവിടെ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദൈവം ചെയ്തൊക്കെ ഞങ്ങൾ കേട്ടു. വിശ്വാസികളായ സഹോദരങ്ങളെ, ഒരുപാട് ഫയലുകൾ അടക്കി വെച്ചതിന് പുറത്ത് കയറി കിടന്ന കൂർക്കം വലിച്ചുറങ്ങുന്ന ദൈവജനമേ, കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നീ വിശ്വസിച്ച ദൈവം നിനക്ക് വേണ്ടി ചെയ്തത് ഒരു വലിയ ചരിത്രമാണ്. പക്ഷേ ഈ ചരിത്രം മുഴുവനും അടുക്കി അതിനുമേലെ കിടന്ന് നീ ഉറങ്ങുന്നു. ഇതൊക്കെ ഈ ഫയലുകൾ ഓരോന്ന് നിന്റെ അയൽവാസി ഭാഗ്യം തുറക്കുക, നിന്റെ സ്നേഹിതൻ ഭാഗ്യം തുറക്കുക, ജോലിസ്ഥലത്ത് പ്രവർത്തിക്കുന്ന തുറക്കുക. നിന്റെ ദൈവം നിനക്ക് എന്ത് ചെയ്തുമെന്ന് നീ ഒന്ന് വിളിച്ചു പറയുക. 1000 പേരുകൾക്ക് വിളിച്ചു പറയാൻ അവസരം കിട്ടിയോ? ചെയ്തു കൊടുക്കുക. 1000 പേരുകൾക്കേ പറയാവുന്ന നിർബന്ധമില്ല. 100 ആകാം, 50 ആകാം, 5 ആകാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ശുശ്രൂഷയിൽ എന്നെ മുൻപിലിരിക്കുന്ന ജനക്കൂട്ടം എനിക്കൊരു വിഷയമേ അല്ല. അങ്ങനെ ഒരു മനസ്സ് ട്രെയിനിങ് സെന്ററിൽ ഉണ്ടായി. ട്രെയിനിങ് സമയത്തൊക്കെ കേൾക്കുന്നത് അതുപോലെ മനസ്സിൽ കോറിയിടപ്പെടും. അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എല്ലാം ഒന്നും കേൾക്കാനുള്ളതായ മനോഭാവം ഉണ്ട്. ഞാൻ കുറേയൊക്കെ അറിഞ്ഞ ആളല്ലേ, ഇതിനപ്പുറത്ത് ആരെന്തോ പറയാനാ. പക്ഷെ അന്ന് നമ്മുടെ മനസ്സ് വളരെ ഫ്രഷാണ്. ട്രെയിനിങ് മാസ്റ്റർ പറഞ്ഞു, ദൈവം നിനക്കൊരു വെളിപ്പാട് തന്നാൽ അത് 5000 പേരോടും പറയാം, 500 പേരോടും പറയാം, 50 പേരോടും പറയാം, 5 പേരോടും പറയാം. നിന്റെ കേൾവിക്കാരുടെ അംഗസംഖ്യ നിന്റെ ശുശ്രൂഷയെ ബാധിക്കുന്നില്ല. കൃപയാൽ ഇന്നുവരെയും അങ്ങനെ തന്നെയാണ്. 16 പേരെ വെച്ച് പ്രസംഗിച്ചിട്ടുള്ളതും ഏറ്റവും ബെസ്റ്റായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. 8 പേരെ വെച്ച് ആരാധന നടത്തിയിട്ടുള്ളതും ഏറ്റവും മഹത്വകരമായ ആരാധന നടത്തിയിട്ടുണ്ട്. കാരണം കേൾവിക്കാരുള്ള വിഷയം ഞാനും എൻ്റെ ദൈവവും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്, എൻ്റെ ദൈവം എങ്ങനെയുള്ളവൻ, എൻ്റെ ദൈവം എനിക്ക് തന്നതായ ശുശ്രൂഷ, അവൻ എനിക്ക് തന്നിരിക്കുന്നതായ ആലോചന, ഇത് കേൾവിക്കാരുടെ എണ്ണം പ്രശ്നമല്ല, അത് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ ഇതിന് സാക്ഷ്യം വഹിപ്പാനായി ഒരുവൻ എന്നോടുകൂടെ നിൽക്കുന്നു. മകനെ, ഞാൻ നിനക്ക് തന്നത് നീ മറ്റവർക്ക് കൊടുക്കുക. നീ അത് ചെയ്ത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാടുകളിൽ നൃത്തവും സംഗീത അഭ്യസനം ഒക്കെ നടക്കാറുണ്ട്. ഒടുവിൽ അരങ്ങേറ്റം എന്നൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യമായി രംഗത്ത് അവതരിപ്പിക്കുന്ന ദിവസം എന്നർത്ഥം. അന്ന് അവരുടെ ഗുരുവിൻ്റെ സാന്നിധ്യം അവിടെ നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ഗുരുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും അരങ്ങേറ്റം. എന്തിനെന്ന് ചോദിച്ചാൽ, എൻ്റെ ശിഷ്യൻ ഇത് പഠിച്ചിട്ട് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നറിയുവാൻ ആകാംക്ഷ ഗുരുവിനുണ്ട്, ശിഷ്യനുമുണ്ട്. ഞാൻ പഠിച്ചത് അവതരിപ്പിക്കുമ്പോൾ ലോകത്തിൽ ആരുടെ അഭിപ്രായത്തെക്കാളും എൻ്റെ ഗുരുവിൻ്റെ അഭിപ്രായമാണ് എനിക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. പാസ്റ്റർ ഡോണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷനിൽ ഇങ്ങനെ ഒരു അനുഭവം പങ്കിട്ടു. അമേരിക്കയിലെ ഏതോ ഒരു ശുശ്രൂഷകൻ ശനിയാഴ്ച രാത്രിയിൽ പ്രസംഗിക്കുവാനുള്ള ദൂതിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. താനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മയക്കമുണ്ടായി. താൻ കാണുകയാണ് ആരാധന നടക്കുന്നു, ജനങ്ങളെല്ലാം വന്നിട്ടുണ്ട്, പ്രസംഗത്തിന് സമയമായി. താൻ വേദപുസ്തകവുമായി പുൾപിറ്റിലേക്ക് വന്നു, പ്രസംഗം തുടങ്ങുകയായി.
ഒരു വാക്ക് മുന്നോടിയായി പ്രാർത്ഥിച്ചു, തല ഉയർത്തി സദസ്സിനെ ഒന്ന് നോക്കി. പെട്ടെന്ന് ആ ഒരു ആശ്ചര്യം, പുറകിൽ ഒരാളിരിക്കുന്നു. അത് മറ്റാരുമല്ല, സാക്ഷാൽ യേശു ക്രിസ്തു. അടിമുടിയൊരു പറയൽ, എന്ത്, ഞാൻ പ്രസംഗിക്കുന്നിടത്ത് ക്രിസ്തു കേൾക്കാൻ വന്നിരിക്കുന്നോ? ഇറങ്ങി ഒറ്റ ഓട്ടം അവിടെ ചെന്നു. കർത്താവ് ഇരിക്കുന്നുണ്ട്. കർത്താവിനെ കൈ പിടിച്ച്, കർത്താവേ വന്നാലും നീ പ്രസംഗിക്കണം, ഞാൻ കേൾക്കാം. നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ അരുളപ്പാട് എനിക്ക് കേൾക്കണം. കർത്താവ് സൗമ്യമായി പറഞ്ഞു, അല്ല മകനെ, ഞാൻ എൻ്റെ ആലോചന നിനക്ക് തന്നിരിക്കുന്നു. നീ പറയുന്നത് കേൾക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. നിർബന്ധത്തിന് വഴങ്ങി താൻ തിരിച്ച് പുൾപിറ്റിലേക്ക് വന്ന് വളരെ ഭയത്തോടെ, വളരെ സൂക്ഷിച്ച്, വാക്കുകൾ ഉപയോഗിച്ച് ആ ദൈവം കൊടുത്ത ആലോചനയെ പറഞ്ഞു തീർത്തുവെന്ന് കേൾപ്പാനിടയായി. സ്തോത്രം. ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും മുഖ്യം. അവൻ നന്നോ എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. ബാക്കി ലോകത്തിൽ 1000 പേരും നല്ലതെന്ന് പറഞ്ഞിട്ടൊരു വിശേഷവുമില്ല. ഗുരു പറയണം ശിഷ്യൻ ചെയ്തത് നന്നായി എന്ന്. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആലോചനയെ നാം തെരഞ്ഞെടുക്കണം. ദൈവത്തിൻ്റെ ഉദ്ദേശ്യം അതാണ്. ഇന്ന് ഈ രാത്രിയിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിന് പ്രാപിച്ചതായ അനവധി അനുഗ്രഹങ്ങൾ, ദൈവവുമായി വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചുള്ള അനുഭവങ്ങൾ, ഇത് മുഴുവനും അടുക്കി വെച്ച് കിടന്നുറങ്ങുന്ന ആത്മീയ നിദ്രവെ തുണരുവീൻ. അവയെ ലോകമെമ്പാട് പോയി പങ്കുവയ്ക്കുവീൻ. കേൾവിക്കാര് പറയട്ടെ, ഞങ്ങൾ കേട്ടു. യാഹോവ പറയുകയാണ്, ഇസ്രായേലേ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദൈവം ചെയ്ത് ഞങ്ങൾ കേട്ടു. അതേ, നിന്റെ സ്നേഹിതന് പറയട്ടെ, എൻ്റെ സ്നേഹിതന് വേണ്ടി ദൈവം ചെയ്ത് ഞാൻ കേട്ടു. നിന്റെ സ്വന്തക്കാര് പറയട്ടെ, എൻ്റെ ബന്ധുമിത്രാദികളിൽ ഇന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം ചെയ്ത് ഞാൻ കേട്ടു. ആ കേൾവി ഈ ദൈവവുമായി ബന്ധത്തിൽ അവരുടെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാക്കി മാറ്റും. സ്തോത്രം. യേശുവിനെ നാം കാണുമ്പോൾ, യേശുവിനെ അറിയുമ്പോൾ, യേശു ചെയ്തത് കേൾക്കുമ്പോൾ മറ്റുള്ളവയെല്ലാം വിടാൻ ഒരാൾ തയ്യാറാകും. യേശുവിനെ ഏകരക്ഷകനായും ഏക മധ്യസ്ഥനായി സ്വീകരിപ്പാൻ തയ്യാറാകും. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവവുമായുള്ളതായി ബന്ധത്തിൽ, ദൈവവുമായുള്ളതായ കാഴ്ചപ്പാടിൽ നിനക്ക് ഒരു പുതിയൊരു അനുഭവത്തെ തരുവാൻ, സൃഷ്ടിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ വിശുദ്ധ പൗലോസ്, പിൽക്കാലത്ത് പൗലോസ് എന്നറിയപ്പെട്ടു. അവൻ ശൗൽ എന്ന പേരുള്ളവനായിരുന്നു. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലെ പ്രഥമ രാജാവായ ശൗലിൻ്റെ അതേ പേരിട്ടുകൊണ്ട് അവനെയും സമൂഹത്തിലെ ഒരു പ്രഥമ പൗരനാക്കി തീർക്കണമെന്ന് പിതാവോ മാതാവോ ഉദ്ദേശിച്ചിരിക്കാം. അവനും അവൻ്റെ പേരിനെ കുറിച്ച് ഒരു രാജാവിൻ്റെ പേരാണെന്നുള്ള അഭിമാനം കൊണ്ടിരിക്കാം. അതുകൊണ്ട് അല്പഅഹങ്കാരവും കയ്യിലുണ്ടായിരുന്നു. അല്ല, ഞങ്ങൾ കൊണ്ടുവരുന്ന ഈ യഹൂദ മതത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മതം നമ്മുടെ നാട്ടിലോ, അത് വേര് പിടിക്കുവാൻ ഞാനുള്ള കാലത്തോളം സമ്മതിക്കുകയില്ല. അവൻ ഇറങ്ങി പുറപ്പെട്ടു. ക്രിസ്ത്യന്മാർക്കെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. ക്രൈസ്തവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. പുരുഷനും സ്ത്രീയൊന്നും ഭേദമില്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ പോലും അവൻ ഉപദ്രവിക്കാൻ തുടങ്ങി. അവൻ ഈ പ്രസ്ഥാനം തച്ചുടയ്ക്കുവാനായി മുഴുശക്തിയോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു നാൾ സത്യത്തെയും ശ്രേഷ്ഠമായ മാർഗത്തെയും അവൻ കണ്ടെത്തി. ദൈവത്തിന് സ്തോത്രം. അവൻ സത്യമായ മാർഗത്തെ കണ്ടെത്തി. ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ സത്യം എന്താണെന്നുള്ളതായ ഒരു ബോധ്യം അവനുണ്ടായി. ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ ദൈവസന്ദർശനം കൊണ്ട് നിലത്ത് വീണ് കിടക്കുമ്പോൾ അവൻ മനസ്സിലാക്കുകയായിരുന്നു, എൻ്റെ ജന്മന ഞാൻ അനുകരിക്കുന്നതായ മാർഗത്തിൽ നിന്ന്, നൂറ്റാണ്ടുകളായി എൻ്റെ പിതാക്കന്മാർ പിൻപറ്റുന്ന മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ശ്രേഷ്ഠമായൊരു മാർഗമുണ്ട്. അതാണ് ക്രൈസ്തവ മാർഗം. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവൻ പറയുന്നു, ഞാൻ നസ്രയനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും ഞാൻ പ്രവർത്തിക്കും എന്ന് ഞാനും വിചാരിച്ചു. സത്യം സത്യം അത് ഞാൻ യെരൂശലേമിൽ ചെയ്തു
മുന്നോട്ടുമുണ്ട്. ഇതെല്ലാം പരസ്യമാണ്. ഈ നസ്രായന നാമത്തിനെതിരെ മാർഗത്തിനെതിരെ ഞാൻ ചെയ്യാൻ നിരച്ചതും ചെയ്തതും ഇതെല്ലാം എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ 19-ാം വാക്യത്തിൽ എനിക്കൊരു സ്വർഗീയ ദർശനം കിട്ടിയിരിക്കുന്നു. വ്യത്യസ്തത. ഞാൻ ഇതുവരെ അറിഞ്ഞതിൽ നിന്നും ആചരിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്വർഗീയ ദർശനം കിട്ടി. എനിക്കിനി ഈ ദർശനത്തോട് അനുസരണ കാണിക്കുവാൻ നിവൃത്തിയില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുവരെയുള്ള നിന്റെ വിശ്വാസമോ ആചാരമോ സഭയോ കൂട്ടായ്മയോ ഉപദേശമോ എന്തു തന്നെയായിരുന്നാലും ശുശ്രൂഷയോ എന്തു തന്നെയായിരുന്നാലും ദൈവം നിന്നെ ഒരാൾ മാറിയവനാക്കി തീർക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അതിൽ നിന്ന് ശ്രേഷ്ഠമായ ഒന്നിനെ, അതിലും ആഴമായ സത്യമായ ഒന്നിനെ വെളിപ്പെടുത്തുമ്പോൾ ആർക്കും മറുത്തു നിൽക്കുവാൻ കഴിയും? ഒരു സ്വർഗീയ ദർശനം നൽകിയാൽ ആരതിന് അനുസരണക്കേട് കാണിക്കുവാനായി ധൈര്യപ്പെടും? 22-ാം വാക്യത്തിൽ പറയുകയാണ്, തന്മൂലം ഞാൻ ഇന്നുവരെയും ദൈവത്തിന് സഹായം ലഭിക്കിയാൽ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറയുകയും ചെയ്തു വരുന്നു. അതേ ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ദൈവസഭയോടുള്ള ബന്ധത്തിലും ദൈവം നമ്മളെ പുതുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പൊതുജീവിതം, അതിൽ ദൈവം നമ്മളെ ആൾ മാറിയവനെ പോലെ ആക്കുവാൻ ഉദ്ദേശിക്കുന്നു. യേശുവിൻ്റെ ജീവിതകാലത്ത് ഒരു സക്കായി യേശു കണ്ടുമുട്ടി. യേശു അവനെ സന്ദർശിച്ചു. അവൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി. അവൻ 19-ാം അധ്യായം ലൂക്കോസ് 19-8-ാം വാക്യത്തിൽ അവൻ ഇങ്ങനെ നിന്ന് സർവ്വജനവും കേൾക്കെ, അവൻ്റെ കർത്താവും കേൾക്കെ അവനൊരു പ്രഖ്യാപനം നടത്തി. എന്താണ് പ്രഖ്യാപനം? ഇതാ സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നും ആരും പറഞ്ഞില്ല. യേശു ആവശ്യപ്പെട്ടില്ല. അതാണ് യേശുവിന്റെ സ്വാധീന ശക്തി. വാക്കും ഭാഷണവുമില്ലാതെ അവനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതിൽ യേശു വിജയിച്ചു. യേശു വലിയ ദീർഘമായ പ്രസംഗമൊന്നും പറഞ്ഞില്ല. ഒന്നേ പറഞ്ഞുള്ളൂ, സക്കായിയെ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാൻ വരുന്നു. വേറെ കൂടുതൽ വലിയ പ്രസംഗമൊന്നുമില്ല. കൂടുതലൊന്നും പറഞ്ഞില്ല. എടാ മഹാഭാവി, വഞ്ചക, ചതിയ, ദ്രവ്യാഗ്രഹി, ഗുണപ്പെടാതെ സ്വർഗത്തിൽ പോകത്തില്ല, ഒരക്ഷരവും പറഞ്ഞില്ല. നരകത്തിൽ പോകും, ഒന്നും പറഞ്ഞില്ല. ഒറ്റ വാക്ക്, സക്കായി, ഇന്ന് രാത്രി ഞാൻ നിന്നെ വീട്ടിൽ പാർക്കുകയാണ്. ഒറ്റ വാക്ക് അവനെ ആകെപ്പാടെ മാറ്റിമറിച്ച് കളഞ്ഞു. അവൻ്റെ വയറ്റിൻ്റെ അടിയിൽ നിന്നൊരു തീ അകത്തോട്ട് മുകളിലോട്ട് കയറി വന്നു. അവൻ ചിന്തിക്കുക, അമ്പമ്പോ, ഈ വിശുദ്ധരിൽ വിശുദ്ധരായവനെ ഒരു നോക്ക് കാണാനേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിന് തന്നെ എനിക്ക് യോഗ്യതയില്ല. പക്ഷേ ഇതാ അവിടെ തന്നെ വീട്ടിലേക്ക് വരുന്നുവെന്ന് ഇത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. യേശു ഇന്ന് എൻ്റെ വീട്ടിൽ വന്നാൽ നാളെ യേശുവിനെ ഒരു മനുഷ്യനും പ്രസംഗമാക്കാൻ പറ്റത്തില്ല. എന്താ കാരണം? നിന്റെ പ്രസംഗം ഞങ്ങൾക്കറിയാം. ഇന്നലെ രാത്രി എവിടെ പോയി കിടന്ന്? ഈ നാട്ടുകാരത്രയും അറുത്ത് മേടിക്കുന്നു എൻ്റെ വീട്ടിൽ. അവിടെ നല്ല കാണിക്കും കിട്ടി കാണുമല്ലോ. ഇനിയിപ്പം വലിയ പ്രസംഗം ഞാൻ കേൾക്കണ്ട. സക്കായി വിചാരിച്ചു, നാളെ ഈ യേശുവിന് വലിയ അപമാനം ഉണ്ടാകും. നാളെ യേശുവിൻ്റെ നാമം നിന്ദിക്കപ്പെടും, യേശു നാമം ദുഷിക്കപ്പെടും. കാരണം അവൻ ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ പാർക്കുകയാ. ശരി, ഇനി കർത്താവിനെ ബന്ധിരിപ്പിക്കാൻ മാർഗമില്ലല്ലോ, ഞാനങ്ങ് മാറിയേക്കാം. നാളെ യേശുവിനെ ജനം നിന്ദിക്കുന്നതിന് പകരം യേശുവിനെ ജനം വന്ദിക്കാനുള്ള ഒരു തീരുമാനമെടുത്ത് കളയാം. യേശുവിനെ നാമം ദുഷിക്കപ്പെടുന്നതിന് പകരം നാമം മഹത്വപ്പെടത്തക്ക ഒരു നിലപാടിലേക്ക് വരാം. ഇവൻ യേശു അങ്ങോട്ട് പോകുമ്പോൾ ജനങ്ങൾ ബുറുകുറിക്കാം, പാവികളുടെ കൂടെ, പാവിയ ഒരുത്തിൻ്റെ കൂടെ പാർക്കാൻ പോകുന്നു, പാവിയുടെ വീട്ടിൽ താമസിക്കാൻ പോകുന്നു, വേറെ വീടൊന്നും കണ്ടില്ല, വഞ്ചകൻ, ക്രൂരൻ, അവൻ നാളെ യാതൊരു ദൈവം മര്യാദയില്ലാതെ കണക്ക് പറഞ്ഞ് എന്നെ കൈക്കൂലി മേടിച്ച് കളഞ്ഞ് അവൻ്റെ വീട്ടിൽ പാർക്കാൻ പോകുന്നു. ഇതെല്ലാം പൂച്ചം പറയുന്നത് സക്കായി അടിച്ച് വീട്ടി. സക്കായി ഒരു തീരുമാനമെടുത്തു. ഇന്ന് എല്ലാവരും കേൾക്ക് പറയുകയാണ്, ഞാനൊരു തീരുമാനമെടുക്കുന്നു. ഞാൻ ഒരുപാട് വഞ്ചിച്ച് മേടിച്ചവനാ, അതുകൊണ്ട് ചതിച്ചിട്ടുള്ളവനാ. ചതിവായി മേടിച്ച തുക കൊടുക്കുന്നതല്ല പറഞ്ഞത്, 4 മടങ്ങ് എല്ലാവർക്കും കൊടുക്കുക പോരെ. ഇനി ഓർമ്മയില്ലാത്ത കേസുകൾ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കൈക്കൂലെല്ലാം എഴുതി വെക്കുന്നോ. അതുകൊണ്ട് ഇതെല്ലാം പരിഹരിക്കാൻ വസ്തുവിന് പകുതി ദരിദ്രർക്ക് വിതരണം ചെയ്യുക.
പിറ്റേ ദിവസം രാവിലെ യേശുവിനെ ദുഷിക്കാൻ കാത്തിരുന്നവര് യേശുവിനെ വാനോളം ഉയർത്തി. എന്തൊരു ശ്രേഷ്ഠനായൊരു വ്യക്തി! ഈ യേശുവിനല്ലാതെ ആർക്കും സക്കായിയെ മാറ്റിമറിക്കാൻ സാധ്യമല്ലായിരുന്നു. ഈ യേശു 1 വർഷം മുമ്പ് വന്നെന്ന് വരികില് ഇവൻ എൻ്റെ അടുത്ത് നിന്ന് 500 രൂപ മേടിച്ചുള്ളൂ, ഇപ്പൊ 2000 രൂപ തന്നിരിക്കുന്നു. 1 വർഷം മുമ്പ് യേശു വന്നെങ്കിൽ അന്നേ 2000 രൂപ കിട്ടിയേന്. യേശുവിന് വീട്ടിൽ പോയി തെറ്റ് വൈകി പോയെന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. നോക്കുക, കാര്യങ്ങൾക്ക് വന്നതായ ഒരു മാറ്റം സമൂഹ ജീവിതത്തിൽ ഒരു ആൾ മാറിയവനാക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അവനെ ഒരാൾ മാറിയവനെ പോലെയാക്കി തീർത്തു. നിന്റെ സാമൂഹ്യ ജീവിതം എങ്ങനെയിരിക്കുന്നു? ഉദ്യോഗം എങ്ങനെയിരിക്കുന്നു? സഹവിശ്വാസിയുമായ ഇടപാട് എങ്ങനെയിരിക്കുന്നു? അയൽവാസിയുമായ ബന്ധം എങ്ങനെയിരിക്കുന്നു? സ്വന്തക്കാരുമായ ഇടപാടുകൾ എങ്ങനെയിരിക്കുന്നു? ബിസിനസ് എങ്ങനെയിരിക്കുന്നു? കൊടുക്കൽ വാങ്ങൽ എങ്ങനെയിരിക്കുന്നു? അതിലൊക്കെ ഒരു ക്രൈസ്തവന് ചേരാത്തത്, ഒരു ദൈവവേദന ചേരാത്തത്, യേശു ക്രിസ്ത്യാനിയായി ജനിച്ച ക്രൈസ്തവ നാമം കൊണ്ടു നടക്കുന്ന ചേരാത്തത് ഉണ്ടോ? ക്രിസ്തുവിന്റെ നാമം ദുഷിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ടോ? നിന്റെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നെ ആൾ മാറിയവനാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 4 യേശു കിണറ്റിനരികെ ഇരുന്നപ്പോൾ ഒരു സ്ത്രീ വെള്ളം കോരാൻ വരുന്നു. ശമരിയ സ്ത്രീ. ചരിത്രം ഞാനൊന്നും പറയണ്ടല്ലോ, ഉള്ള പശ്ചാത്തലം. അവളെ യേശു മാറ്റിമറിച്ച് കളഞ്ഞു. അവൾ രഹസ്യമായി ചെയ്തവളല്ല, പരസ്യമായിട്ട് ചെയ്യുന്ന നാട്ടുകാർക്കെല്ലാം നന്നായിട്ടറിയാം. 4-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ ഒരു വിശേഷ കാര്യം എഴുതിയിരിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 4:39. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കു നിമിത്തം, സ്ത്രീ പറഞ്ഞ സാക്ഷ്യത്തിന്റെ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. നോക്കിയാട്ടെ, ഈ സ്ത്രീയെ ആ നാട്ടുകാർ വിശ്വസിക്കുന്ന ഒരു പശ്ചാത്തലമല്ല അവൾക്കുള്ളത്. സാക്ഷ്യം എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചില്ലേ ഇല്ല. പക്ഷേ ഇപ്പോൾ ഇതാ അവളുടെ സാക്ഷ്യം കേട്ടുകൊണ്ട് അനേകർ യേശുവിനെ വിശ്വസിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾക്കൊരു മാറ്റം മറിച്ചിൽ വന്നു. അവളെ കർത്താവ് ആൾ മാറിയവളെ പോലെയാക്കി തീർത്തു. ഇവിടെ ഇരിക്കുന്ന പ്രിയ സഹോദരിമാരെ, അത്രയൊന്നും പാപത്തിന് ആഴങ്ങളിലേക്കോ വഴിവിട്ട അനുഭവങ്ങളിലേക്കോ നിങ്ങൾ പോയിട്ടില്ലായിരിക്കാം. പക്ഷേ കൊച്ചു കൊച്ചു പടക്കങ്ങൾ, ചെറിയ വാശികൾ, ചെറിയ മത്സരങ്ങൾ, മറ്റു തരത്തിലുള്ളതായ ആ ചില കാര്യങ്ങളൊക്കെ നിമിത്തം ഒരു സാക്ഷ്യം നഷ്ടപ്പെട്ട് സമൂഹത്തിൽ ജീവിക്കുന്നെങ്കിൽ, നിന്നെ കണ്ട ഒരാൾ യേശുവിനെ സ്വീകരിപ്പാൻ കഴിയാത്ത നിലയിലായിരിക്കുന്നെങ്കിൽ, നിന്നെ കണ്ട് ഈ ശ്രേഷ്ഠ മാർഗത്തിലേക്ക് വരാൻ മറ്റുള്ളവർ മടിച്ചു നിൽക്കുന്ന നിലയിലായിരിക്കുന്നെങ്കിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ യേശുവിനെ നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ കഴിയാത്തൊരു അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ, ഈ രാത്രിയിൽ ആൾമാറികളെ പോലെയാക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സഹോദര, സ്നേഹിത, ആൾമാറിയവനെ പോലെ തന്നെ സമൂഹത്തിലാക്കുവാൻ ആഗ്രഹിക്കുകയാണ് അവൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമൂഹത്തെ ദൈവം മാറ്റുന്നില്ല, സമൂഹത്തിൽ അവൻ നമ്മെ മാറ്റുകയാണ്. അവൻ നമ്മെ മാറ്റുമ്പോൾ സമൂഹവും മാറിക്കൊള്ളും തനിയെ തന്നെ. അതേ വഴിയിലൊരു സന്ദർശനം ഉണ്ടായി. സക്കായിക്ക് കിണറ്റിനരികെ സമയാക്കി സന്ദർശനം ഉണ്ടായി. ദൈവം എവിടെ വെച്ചും ഏത് നിമിഷവും സന്ദർശിക്കാം. ദൈവ സന്ദർശനം ഒരു വ്യക്തിയെ ഒരു ആൾമാറിയ വ്യക്തിയാക്കി മാറ്റുകയാണ്. മറ്റൊന്ന്, നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റം. നമ്മുടെ വ്യക്തിത്വം നമ്മുടെ സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ്. ലൂക്കോസ് 8-ാം അധ്യായത്തിൽ യേശു ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ആ മനുഷ്യൻ ആ ഗ്രാമത്തിൽ ഒരു പേടി സ്വപ്നം. അവൻ ഏതോ ഒരു വലിയ ദുഷ്ടശക്തി വ്യാപരിക്കും. അവൻ ഒരു 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 കൊടും ഭ്രാന്തനായി മാറിയിരിക്കുന്നു. അവനെ ഉൾക്കൊള്ളുവാൻ നാടിനും ജനത്തിനും സാധിക്കാത്ത നിലയിലായി, ഒതുക്കുവാൻ ആർക്കും കഴിയാത്ത നിലയിലായി. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ വ്യക്തിത്വമാകെ മാറി മറിഞ്ഞു. അതുകൊണ്ട് ലൂക്കോസ് 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ, സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. ഭൂതം വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ഹല്ലേലൂയ. അല്പം മുമ്പ് അവൻ്റെ കോലവും രൂപവും വേറൊന്നായിരുന്നു.
അവൻ്റെ സ്വഭാവവും പ്രകൃതവും മറ്റൊന്നായിരുന്നു. അവൻ ഒരു ഭീകര വ്യക്തിയായിരുന്നു. അവൻ ആ ഗ്രാമത്തിനൊരു പേടി സ്വപ്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ തികച്ച ഒരു പുതിയ വ്യക്തിയായി, അവൻ സുബോധമുള്ളവനായി. അവൻ്റെ സ്വഭാവത്തിനും അവൻ്റെ പ്രകൃതത്തിനും എല്ലാം ആകമാനം മാറ്റം. എന്താണ് സംഭവിച്ചത്? അവൻ്റെ ബന്ധനത്തെ കർത്താവ് അഴിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ചില ബന്ധനങ്ങളാണ് നമ്മളെ ചില പ്രാകൃത സ്വഭാവങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. മാതാപിതാക്കളെ, നിങ്ങൾ ചില മക്കൾ നിങ്ങൾക്കൊതുങ്ങാത്തതും നിങ്ങളുടെ ഉപദേശത്തിൽ ഒതുങ്ങാത്തതുമായിരിക്കുന്നെങ്കിൽ അവിടെ ഏതോ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ശുശ്രൂഷകരെ, നിങ്ങളുടെ വിശ്വാസികൾ നിങ്ങളുടെ ആലോചനയ്ക്കും നടത്തിപ്പിനും കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഏതോ ഒരു ശക്തിയോടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തെ, ഒരു ദേശത്തെ മുഴുവനും ഒരു വ്യക്തി വിറപ്പിക്കുന്നെങ്കിൽ, അവനൊരു വേട് സ്വപ്നമായി മാറിയിരിക്കുന്നെങ്കിൽ അവന് അസ്വാഭാവികമായ ഏതോ ഒരു ബന്ധനമുണ്ട്. അതിനെ വിടുവിക്കുവാൻ യേശു അല്ലാതെ ആരാണുള്ളത്? അവൻ്റെ വ്യക്തിത്വം, ലഗ്യോൻ ബാധിച്ചിരുന്ന ആ മനുഷ്യൻ്റെ വ്യക്തിത്വം യേശു ആകമാനം മാറ്റിമറിച്ച് കളഞ്ഞു. അവൻ ആൾ മാറിയവനെ പോലെയായി. പെരുമാറ്റം എന്നൊരു മാറ്റം. 2 രാജാക്കന്മാരിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ എലീശ എന്ന പ്രവാചകനെ കാണുന്നു. അതിന് 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എലീശ എന്ന പ്രവാചകൻ വഴിയാത്ര പോകുമ്പോൾ അവിടെ ഒരു ശൂന്യംകാരിത്തി, ഒരു സ്ത്രീ, ഒരു ഭർത്താവ്, അവരുടെ കുടുംബത്തിൽ അവർ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹത്തെ ക്ഷണിക്കുകയും ഈ പ്രവാചകനോട് കയറി ഭക്ഷിക്കുകയും താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു നാളിൽ വന്നതും ഇരുന്നതും സംസാരിച്ചതും ഭക്ഷിച്ചതും പോയതൊക്കെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഈ ശൂന്യംകാരിത്തി ഒരു വാക്ക് ഭർത്താവിനോട് പറയുകയാണ്, അല്ലയോ ഭർത്താവേ, നമ്മുടെ ഈ വഴിയായി കൂടെ പോകുന്നതായ ഈ വ്യക്തി ഒരു ദൈവത്തിൻ്റെ പുരുഷനാണെന്ന് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. എങ്ങനെയായി? അവൻ നെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടോ? വസ്ത്രധാരണം കൊണ്ട് തിരിച്ചറിഞ്ഞോ? അല്ല, അവൻ്റെ പെരുമാറ്റം ഒരു വീട്ടിൽ ചെല്ലുന്നത്, വരുന്നത്, ഭക്ഷിക്കുന്നത്, കുടിക്കുന്നത്, പോകുന്നത്, വരുന്നത്, പ്രവർത്തിക്കുന്നത്, ചോദിക്കുന്നത്, മറുപടി പറയുന്നത്, ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം അവനെ ഒരാൾ മാറിയവനെ പോലെയാക്കി മാറ്റുകയാണ്. നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റുവാൻ, ആൾ മാറിയ പോലെ ആക്കുവാൻ യേശുവിന് പ്ലാനുണ്ട്. നമ്മുടെ വാക്കുകളെ ശബ്ദം കേട്ടറിഞ്ഞ നമ്മുടെ പുതിയ അനുഭവത്തെ മനസ്സിലാക്കാൻ കഴിയും. ദാനിയേൽ 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നു, 8:13. അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എങ്ങനെ അറിഞ്ഞു സംസാരിക്കുന്ന വിശുദ്ധനാണെന്ന്? വസ്ത്രം കണ്ടറിഞ്ഞോ? അല്ല, ഞാൻ സംസാരിക്കുന്ന ശബ്ദം കേട്ടത് ആളെ കണ്ടില്ല. പക്ഷേ ആളിനെ കണ്ടില്ലെങ്കിലും സംസാരം കേട്ടപ്പോൾ സംസാരിക്കുന്ന വിശുദ്ധനാണെന്ന് മനസ്സിലായി. ഇവിടെ സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച അന്യഭാഷ പറയുന്ന വിശ്വാസികളെ, ദൈവജനമേ, നമ്മുടെ ശബ്ദം കേട്ട് സംസാരിക്കുന്ന വിശുദ്ധനാണെന്ന് പറയത്തക്കവണ്ണം ആയിട്ടില്ലെങ്കിൽ ഇന്നും നമ്മൾ ആൾ മാറിയിട്ടില്ല. ഇന്നും നമ്മൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിട്ടില്ല. അതിന് ഇനിയെങ്കിലും സമർപ്പിച്ചുകൂടെ? ഒരു വിശുദ്ധൻ സംസാരിക്കുന്ന ഞാൻ കേട്ടു. ആ കേട്ടപ്പോൾ അവന് വിശുദ്ധനാണെന്ന് എനിക്ക് ബോധ്യമായി. അടുത്തത്, സംസാരിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ. അപ്പോൾ ഈ സംസാരിച്ച വിശുദ്ധനോട് വേറെ ആൾ സംസാരിച്ചു. അതും ഒരു വിശുദ്ധനാണ്. എങ്ങനെ മനസ്സിലായി? അതും കേട്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. കാരണം ആ വാക്കുകൾ കേട്ടപ്പോൾ അതൊരു വിശുദ്ധന വാക്കുകളെന്ന് മനസ്സിലായി. നിങ്ങൾ എന്നെയും കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശ്യം മറ്റൊന്നല്ല. നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഇതൊരു ദൈവത്തിന് പുരുഷനെന്ന് പറയട്ടെ. നമ്മുടെ ശബ്ദം കേട്ട്, വാക്കുകൾ കേട്ട് ഇതൊരു വിശുദ്ധനാണെന്ന് പറയട്ടെ. നമ്മുടെ ജീവിത ശൈലി ആകെ ഒരു ആൾ മാറിയ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു ഒരുവനെ മാറ്റുമ്പോൾ അവന് പ്രവർത്തന മേഖലയാകെ മാറും. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ഡ്രൈവിംഗ് രീതി പോലും മാറ്റം വന്നു. തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ വരെ പോകുവാൻ അവനൊരു 1.5 മണിക്കൂർ താഴെ സമയം കൊണ്ട് ചെന്നെത്തുമായിരുന്നു.
കാരണം ബെല്ലും ബ്രേക്കും ഒന്നുമില്ല, പോക്കാണ്. വേറൊരുത്തൻ്റെ ജീവനെ നോക്കുന്നില്ല, വണ്ടി നോക്കുന്നില്ല, നിയമം നോക്കുന്നില്ല, ട്രാഫിക് നോക്കുന്നില്ല. പോകുന്നിടത്ത് ആളൊരു ചത്താനും കെട്ടാനും വേണ്ടില്ല, എനിക്കങ്ങ് ചെല്ലണം. ഒരു നിയമത്തിനും വിധേയപ്പെടാതെ ഒറ്റ പോക്കാണ്. പക്ഷേ ആൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ 1.5 മണിക്കൂർ താഴെ സമയം കൊണ്ട് ചെന്നതായ സ്ഥലത്ത് ചെല്ലുന്നതായ യാത്ര 2.75-3 മണിക്കൂർ വരെയായി. എന്താണ് കുഴപ്പം? വണ്ടിയുടെ കുഴപ്പമല്ല, പിന്നെയോ ആള് പുതിയ വ്യക്തിയായി. മാനസാന്തരപ്പെട്ടപ്പോൾ അവൻ ഡ്രൈവിംഗ് രീതിക്ക് ഒരു വ്യത്യാസം വന്നു. നിയമങ്ങൾ പാലിച്ച്, മറ്റുള്ളവരുടെ ജീവനെ ആദരിച്ച്, മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുത്ത് മര്യാദയായ ഡ്രൈവിംഗ്. ഒരുവൻ ദൈവവൈദ്യനായി തീർന്നാൽ, ഒരാൾ മാറിയാൽ അവൻ്റെ പ്രവർത്തന ശൈലിക്കും ഒക്കെ ഒരു മാറ്റം ഉണ്ടാകും. ഡ്രൈവിങ്ങിന് പോലും മാറ്റം ഉണ്ടാകും. ചോദിക്കട്ടെ, വാഹനം ഓടിക്കുമ്പോൾ അതൊരു ദൈവവൈദ്യനാണ് ഓടിക്കുന്നതെന്ന് വേറെ ആൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എവിടെയോ കുഴപ്പമുണ്ട്. ആ വാഹനം ഓടിപ്പോകുന്ന കണ്ടില്ലേ, ഒരു വിശുദ്ധനാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് പറയുന്നില്ലെങ്കിൽ നമുക്ക് എവിടെയോ കുഴപ്പമുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നു. നമ്മുടെ ഈ ജോസഫ് കുട്ടിച്ചാന് ഒരിടത്തും യാത്ര വന്നേരം വണ്ടി കയറി ഒന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ആനത്തെ സൂക്ഷിക്കണം, വണ്ടി കർത്താവ് തന്നെ ഓടിക്കണം, ഡ്രൈവിങ് ചെയ്യുന്ന കർത്താവ് തന്നെയായിരിക്കണം, ആ സ്റ്റിയറിങ് കർത്താവ് തന്നെ പിടിക്കണം. ഞാൻ വിചാരിച്ചു ദിസ് ഈസ് ടു മച്ച്. കർത്താവ് തന്നെ അങ്ങ് ഇതിൻ്റെ വളയത്തിൽ പിടിച്ച് കർത്താവ് തന്നെ ഡ്രൈവർ സീറ്റിന് കർത്താവിനെ ഓടിക്കുകയാണ്. പിന്നെ ഈ ഡ്രൈവറെ പിരിച്ചു കൊടുത്തുകൊള്ളേ, മാസം 8,000 രൂപ ലാഭമില്ലേ? എന്നാൽ അത് യാഥാർത്ഥ്യമാണ്, ഞാൻ മനസ്സിലായി. എറണാകുളത്തിനായിരിക്കുമ്പോൾ ഒരു നല്ല അനുഭവം ഉണ്ടായി. എനിക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ട് ചില ദിവസങ്ങൾ ഉറക്കമില്ലാതെയും ഭക്ഷണമില്ലാതെയും കഴിഞ്ഞുകൂടി. ചിക്കൻ ബോക്സ് സുഖമായി കുളിച്ചതിന് ശേഷം എനിക്ക് എന്തുകൊണ്ടോ, എല്ലാവർക്കും ഒരുപോലെയല്ല, എൻ്റെ ശരീരത്തിന് ഒട്ടും ബലമില്ല. എൻ്റെ കാല് എനിക്കിങ്ങനെ ഒന്ന് എടുത്തു വെക്കാൻ പോലും ഒരു ബലവും ഇല്ല. പെട്ടെന്ന് ഒരു 70 കിലോമീറ്റർ ദൂരെ വടാട്ടുപാറയിൽ ഒരു ഉത്തമയായൊരു മാതാവ് മരിച്ചതായിട്ട് അറിവ് കിട്ടി. ഞാൻ അടക്കാൻ പോകണം. ഒടുവിൽ ഞാൻ പോകേണ്ടി വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഡ്രൈവറെ കിട്ടിയില്ല. ഞാൻ വാഹനം തന്നെ ഓടിക്കേണ്ടി വന്നു. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഒരു പിച്ച വെച്ച് നടക്കുന്ന ഒരു ശിശുവിനെ പോലെ ഞാൻ വാഹനത്തെ കയറിയിരുന്നതും ഓടിച്ചതും ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ മോശം ഡ്രൈവറാണ്. പലതവണയും പല ആളുകളും എന്നെ പഴിച്ചിട്ടുണ്ട്. എനിക്ക് കാര്യമൊന്നും അറിയാൻ വയ്യ. എൻ്റെ വിചാരം ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ ഡ്രൈവർ എന്നാണ്. പക്ഷേ ഒരു മര്യാദയില്ലാതെയും മറ്റുള്ളവർക്ക് ആദരവ് കൊടുക്കാതെയും എൻ്റെ ഈ റാഷ് ഡ്രൈവിംഗ് നിമിത്തം പലപ്പോഴും പലർക്കും, പക്ഷേ എനിക്കൊന്നും അറിയാൻ വയ്യ. എന്നായിരുന്നാൽ അന്ന് ഞാൻ വാഹനത്തിൽ കയറിയിരുന്നു. പ്രാർത്ഥിച്ച കർത്താവേ, ബലമില്ല, എനിക്ക് ഇതിലൊന്ന് നേരെ ചാഞ്ഞിരിക്കാൻ പോലും ബലമില്ല. കർത്താവേ, കൂടെ ഇരിക്കണമേ. ഞാൻ വാഹനം ഓടിക്കാൻ തുടങ്ങി. മുൻപോട്ട് പോയി 5 കിലോമീറ്റർ കഴിഞ്ഞു. എന്തോ ഒരു വ്യത്യാസം. എന്താണ് വ്യത്യാസം? വണ്ടി വേറൊരാൾ ഓടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കത്തില്ല, പക്ഷേ ഞാൻ ഇവിടെ ഒന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും. ഞാൻ 5 കിലോമീറ്റർ പോയപ്പോൾ ഇതെന്തോ ഒരു കുഴപ്പം, വേറെ ആരോ വണ്ടി ഓടിക്കുന്നല്ലോ. ഞാൻ നോക്കി, ഞാൻ ഇങ്ങനെ ഇരിപ്പുണ്ട്, ആരോ വാഹനം ഓടിക്കുകയാണ്. ഞാൻ നോക്കി, ആരാ ഓടിക്കുന്നത്? കർത്താവ് തന്നെയാണല്ലോ. ശരി, ഇത് കൊള്ളാവല്ലോ, നല്ല പരിപാടി. യേശു വണ്ടി ഓടിക്കുന്നു. നോക്കാം. സത്യത്തിൽ ഞാൻ വേറൊരാൾ വാഹനം ഓടിക്കുകയും അത് കണ്ട് ആസ്വദിക്കുന്നത് പോലെ സീറ്റിലിരിക്കുകയാണ്. പോകുന്ന വഴിക്കെല്ലാം ചിന്തിക്കുകയാണ്, കർത്താവ് വണ്ടി ഓടിക്കുന്നു. എന്നാൽ നോക്കി എങ്ങനെ ഉണ്ടാട്ടെ, നോക്കി സ്പീഡ് എങ്ങനെ ഉണ്ട്? സ്പീഡ് അത്യാവശ്യം 60-70 പോകുന്നുണ്ട്. അപ്പം കർത്താവ് മോശക്കാരനുള്ള സ്പീഡിലും വിടുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ആസ്വദിച്ച് 65 കിലോമീറ്റർ
ആ ഡ്രൈവിങ് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. എത്ര മനോഹരമായ ഡ്രൈവിങ്! എല്ലാ നിയമങ്ങളും പാലിച്ച്, എല്ലാവരെയും ആദരിച്ച്, ഞാൻ പലപ്പോഴും ചെയ്യുന്ന പോലെ അപകടകരമായ ഓവർടേക്കിംഗ് ഒന്നും ചെയ്യാതെ മനോഹരമായ ഡ്രൈവിങ്. വാഹനം അവിടെ ചെന്നെത്തി. അവിടെ അടക്കാരാധന കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് പുറപ്പെടുന്നത്. പിറ്റേ ദിവസം വണ്ടിയിൽ കയറിയിരുന്നു, മുമ്പോട്ട് പോയി. അപ്പം ഞാൻ നോക്കി, ഇന്നലെ വണ്ടി ഓടിച്ച ആൾ ഇന്നുണ്ടോ? ഇല്ല, ഇപ്പം ഞാനാ ഓടിക്കുന്നേ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഇന്നലെ വണ്ടി ഓടിച്ച ആൾ ഇന്ന് വണ്ടി ഓടിക്കുന്നില്ലല്ലോ. ശ്രദ്ധിക്കുക, കർത്താവ് പറഞ്ഞു, മകനെ, എന്നും നിന്റെ വണ്ടി ഓടിക്കാനല്ല, ഒരു വിശുദ്ധൻ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരികയായിരുന്നു. ശ്രദ്ധിച്ചാട്ടെ, ഒരു വിശുദ്ധൻ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരികയായിരുന്നു. നാം ആൾ മാറിയവനെ പോലെ ആയിത്തീരുമ്പോൾ നമ്മുടെ പ്രവർത്തന മേഖലകൾക്കെല്ലാം ഒരു വ്യത്യാസം വരും. വാഹനം ഓടിക്കുന്ന വിധത്തിനും വ്യത്യാസം വരും, ജോലി ചെയ്യുന്നതിന് വ്യത്യാസം വരും, വീട്ടുജീവിതത്തിനും വ്യത്യാസം വരും, പാചകത്തിനും വ്യത്യാസം വരും. എല്ലാ രംഗത്തും നാം ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറും. നമ്മുടെ സ്വഭാവത്തിൻ്റെ, വ്യക്തിത്വത്തിൻ്റെ ഒരു രൂപാന്തരം, അതേ നീ ഒരു ആൾ മാറിയവനെ പോലെ ആയിത്തീരും. എത്ര പേര് ഇതാഗ്രഹിക്കുന്നു. കർത്താവേ, സ്തോത്രം. എൻ്റെ സ്വഭാവത്തിനും എൻ്റെ പെരുമാറ്റത്തിനും ഒക്കെ ഒരു മാറ്റം ഉണ്ടായി. തികച്ചും ഒരാൾ മാറിയവനെ പോലെ എന്നെ ആക്കി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇനി നമ്മുടെ ശരീരത്തിൽ ഒരു ആൾമാറ്റം. നയമാനെ നമ്മൾ നോക്കിയാൽ, നയമാൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു, സർവ്വസേനാധിപനായിരുന്നു. പക്ഷേ എല്ലാം ഉണ്ട്, ഒന്നില്ല, സൗഖ്യമില്ല. അവൻ കുഷ്ഠരോഗം, അവൻ എവിടെല്ലാം പോയി, എന്തെല്ലാം ചെലവഴിച്ചു, പക്ഷേ രോഗത്തിന് ഒരു വ്യത്യാസമില്ല. ഒടുവിൽ അവൻ ഒരു കേൾവി കേട്ടു, ഇസ്രായേലിലെ പ്രവാചകനുണ്ട്, അവൻ രോഗസൗഖ്യം വരുത്തുന്നവനാണ്. നേരെ അവിടെ ചെന്നു. ആ പ്രവാചകൻ പറഞ്ഞു, നീ നേരെ പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങുവാൻ. ആദ്യം മടിച്ചു, മത്സരിച്ചു. ഒടുവിൽ അവൻ വഴങ്ങി പോയി, മുങ്ങി പൊങ്ങി. 5:14, 2 രാജാക്കന്മാർ 5:14. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെ ആയി. ഹല്ലേലൂയ. അവൻ ആൾ മാറിയവനായി തീർന്നു. അവന്റെ ദേഹം, അവൻ എത്ര വയസ്സുണ്ടായിരുന്നിരിക്കും? 58 62 അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പൊ അവന് പറയുകയാണ്, എന്നെ നോക്കിയാൽ അത്രയും പ്രായം പറയത്തില്ല. എൻ്റെ ശരീരം ഒരു ബാലന്റെ ദേഹം പോലെയായി തീർന്നിരിക്കുന്നു. ഇതെങ്ങനെ? ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ രോഗം എന്തായാലും ദൈവത്തിന് വിഷയമല്ല. നിന്റെ ശരീരം വേറെ നിലയിലാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. നീ ആൾ മാറിയവനെ പോലെ ആയിത്തീരും. ഒരു രോഗനിമിത്തം, ഒരു അപകട നിമിത്തം നിന്റെ ശരീരത്തിൽ പലവിധമായ വൈകല്യങ്ങൾ, കഷ്ടങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നിന്നെ ഒരാൾ മാറിയവനാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. അവൻ നിനക്ക് സൗഖ്യം തന്ന് നീ നിന്റെ ശരീരത്തേക്ക് നോക്കുമ്പോൾ അതൊരു പുത്തൻ ശരീരമായിട്ട് മാറിയതാക്കാൻ കഴിയും. വിശ്വാസമുള്ളവർ മാത്രം കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇത് എങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്? വീണ്ടും 1 ശമൂവേൽ 10:6. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. നീ എങ്ങനെ ആൾ മാറിയതിനെ പോലെ ആയിത്തീരുന്നു ചോദിച്ചാൽ, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരുമ്പോൾ വേറെ ഒരു വഴിയുമില്ല. സ്തോത്രം. ദൈവത്തിന് ആത്മാവ് വരുമ്പോൾ നീ ആൾ മാറിയവനെ പോലെ ആയിത്തീരും. അവന് പിന്നീട് ലഭിച്ച ഒരു അനുഗ്രഹം കൂടെ പറയട്ടെ. യഹോവ അവരോടുകൂടെ ഇരിക്കുവാൻ തുടങ്ങി. ദൈവം കൂടെ ഇരിക്കുന്ന ഒരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. ആൾ മാറിയവനെ പോലെ ആക്കുക മാത്രമല്ല, നമ്മൾക്ക് ഒരു മാറ്റം നൽകിയതായ ആ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ജീവിതം. ഇനിമേൽ നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ ദൈവം നമ്മോടുകൂടെ. എവിടെ പോയാലും നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഈ ദൈവം നമ്മോടുകൂടെ. ഹല്ലേലൂയ. നിന്റെ വഴികൾ നിന്നെ സൂക്ഷിപ്പാൻ,
ആപത്തിൽ നിന്നെ വിടുവിക്കുവാൻ, ശത്രുവശത്തിന് വിടുവിക്കുവാൻ, കഷ്ടത്തിൽ നഷ്ടത്തിന് വിടുവിക്കുവാൻ, നിന്നെ കാക്കുവാൻ നിന്റെ ദൈവം നിന്നോടുകൂടെ. എന്തൊരനുഭവമാ! സദാ ഒരു ദൈവം എന്നോടുകൂടി ഇരിക്കുന്ന ഒരു അനുഭവം ഒരു വ്യക്തി കൊണ്ടു നടക്കുന്നത് നിസ്സാരപ്പെട്ട കാര്യമാണോ? ഒരമ്മ, അവരുടെ ഭർത്താവ് ഗോഹട്ടിയിൽ ഗവൺമെൻറ് സർവീസിലായിരിക്കുമ്പോൾ മക്കളെയും കൊണ്ട് അവിടേക്ക് പോകാൻ പുറപ്പെട്ടു. പ്രാർത്ഥിച്ചയക്കുവാനായി ശുശ്രൂഷകനെ വിളിച്ചു. ശുശ്രൂഷകൻ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ പ്രവചിച്ചു, മകളെ, നിന്റെ യാത്രയിൽ വലിയ അത്യാഹിതങ്ങൾ സംഭവിക്കും, എങ്കിലും ഞാൻ നിങ്ങളെ എൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ചുകൊള്ളും. ഈ ദൈവശബ്ദവും വാഗ്ദത്വവുമായി എയർപോർട്ടിൽ പോയി യാത്രയായി. ഗോഹട്ടി എയർപോർട്ടിന് മുകളിൽ ഫ്ലൈറ്റ് ചെന്നതായ സമയത്ത് വലിയ കൊടുങ്കാറ്റടിക്കാനായിട്ട് തുടങ്ങി. കൊടുങ്കാറ്റിലകപ്പെട്ട് പ്ലെയിൻ ആടി ഉലയാൻ തുടങ്ങി. അത് ലാൻഡ് ചെയ്യാൻ സാധിക്കാത്ത നിലയിൽ അതിന് തക്ക ഒരു അന്തരീക്ഷം കിട്ടുവാൻ വേണ്ടി ആ എയർപോർട്ടിൻ്റെ മുകളിൽ വട്ടമിട്ട് ഈ വിമാനം പൈലറ്റ് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറക്കുവാൻ ഒരു നിവൃത്തിയും കാണുന്നില്ല. സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്ലെയിൻ തകരും എന്നുള്ള ചിന്തയിലേക്ക് എല്ലാവരും വന്നു കഴിഞ്ഞു. ജോലിക്കാരുടെയും വിമാന ജോലിക്കാരുടെയും മുഖത്ത് പ്ലെയിൻ തകരും എന്നുള്ള ഭീതി യാത്രക്കാർ കാണാൻ കഴിഞ്ഞു. ഒരു പക്ഷേ പ്ലെയിൻ തകർന്നാൽ എടുത്തിയാടുവാൻ വേണ്ടിയുള്ള ചിന്തയിലേക്ക് യാത്രക്കാരായി. സീറ്റ് ബെൽറ്റുകൾ അവരഴിച്ച് പ്ലെയിൻ തകർന്നാൽ ചാടിയാൽ രക്ഷപ്പെടാമെങ്കിൽ ചാടാൻ ഒരുക്കമായിരുന്നു. അനേകരും സമതലതെറ്റ് പോലെ ഓടി നടക്കാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ വിശ്വാസിയായ മാതാവ് കുഞ്ഞുങ്ങൾ സീറ്റ് ബെൽറ്റ് അഴിക്കാതെ അവരുടെ സീറ്റിൽ തന്നെ ഇരുന്നു കൊണ്ട് ദൈവം നൽകിയ വാഗ്ദത്തത്തോട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. മകളെ, നിന്റെ യാത്രയിൽ വലിയ അത്യാഹിതം സംഭവിക്കും, എങ്കിലും ഞാൻ നിങ്ങളെ എൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ചുകൊള്ളും. കർത്താവേ, നിന്റെ വാഗ്ദത്തത്തിനായി സ്തോത്രം. നീ വാക്കുമാറാത്തൊരു ദൈവം. ഞാൻ നിന്നോടുകൂടി ഇരിക്കുമെന്ന് പറഞ്ഞില്ലേ? നീ എന്നോടുകൂടെ എൻ്റെ കുഞ്ഞുങ്ങളോടുകൂടി ഇരിക്കുന്നെന്ന് വരികയില്ല. ഞങ്ങൾ ഈ വിധത്തിൽ ഇവിടെ മരിക്കുകയില്ല. നിനക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഇനി അഥവാ ഇങ്ങനെ മരിക്കുന്ന ദൈവഹിതമാണെങ്കിൽ, കർത്താവേ, എന്തെങ്കിലും കുറവുകൾ എന്നിൽ അവശേഷിക്കുന്നെങ്കിൽ അത് ക്ഷമിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെയും നിത്യതയിൽ ചേർത്തുകൊള്ളണമേ എന്നും കൂടെ പ്രാർത്ഥനയിൽ ഉന്നയിച്ചു. കൃപയാൽ ആ സാഹചര്യങ്ങൾ മാറുകയും പ്ലെയിൻ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് പൈലറ്റ് പറഞ്ഞത്, ഏതാനും മിനിറ്റ് കൂടെ പറപ്പിക്കേണ്ടി വന്നില്ല, ഇന്ധനം തീർന്ന പ്ലെയിൻ തകരുമായിരുന്നു. ആൾ മാറിയവനെ പോലെ ശൗലനാക്കിയ ശേഷം ദൈവം അവനോട് ഇരിക്കുവാനായിട്ട് തുടങ്ങി. ഈ രാത്രിയിൽ ദൈവം നമുക്ക് വിവിധ അനുഗ്രഹങ്ങളെ തന്നയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ? യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ ശക്തിയോട് വന്നിട്ട് ഇതെല്ലാം സംഭവിക്കും. സ്തോത്രം. ശമൂവേൽ ശൗലിനെ തനിയെ വിളിച്ചുകൊണ്ട് പോയി വ്യക്തിപരമായി സംസാരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളോട് തനിയെ സംസാരിക്കുന്നു. ഇന്ന് ദൈവം നമ്മളോട് സംസാരിച്ച് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, ഒഴുങ്കാലിരിക്കാം. ഹല്ലേലൂയ. ശൗലിനെ പ്രത്യേകം വിളിച്ചുകൊണ്ടുപോയി സംസാരിച്ച് ശമൂവേലിനെ പോലെ ഇന്ന് രാത്രിയിൽ മകനെ, മകളെ, സ്നേഹിത, നിന്നെ ദൈവം തനിയെ നിന്നോട് സംസാരിക്കുകയാണ്. നിന്നോട് തൻ്റെ ആലോചനയും തൻ്റെ വചനവും തൻ്റെ ഉദ്ദേശ്യവും ദൈവം വ്യക്തിപരമായി അറിയിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ കൂടെ പല ആളുകളും വന്ന് കാണുമായിരിക്കാം. അവർ ചില നിന്നെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നേക്കാം. പക്ഷേ നീ ഇന്ന് രാത്രി നിന്റെ ദൈവവുമായി ഒറ്റയ്ക്കായി തീരുക. നിന്റെ ഹൃദയം കൊണ്ട് എല്ലാവരെയും പിരിയുക. ഭർത്താവിനെ, ഭാര്യയെ, സ്നേഹിതരെ, ചേട്ടനെ, അനിയനെ എല്ലാവരും ഹൃദയം കൊണ്ട് പിരിഞ്ഞിട്ട് ഈ രാത്രിയിൽ ഒരു നിമിഷം കണ്ണടച്ച് ദൈവവും ഞാനും മാത്രം, എൻ്റെ കർത്താവും ഞാനും മാത്രം. തനിയെ അവൻ പറയുന്നു, മകനെ, മകളെ, നീ തനിയെ അടുത്ത് വരിക. ഞാൻ നിന്നോട് ഇടപെടാൻ പോകുകയാണ്. ഞാൻ നിന്നിൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവേഷ്ടമില്ലാത്ത ബന്ധങ്ങളെല്ലാം വിട്ട് ഇന്ന് രാത്രി തനിയെ ദൈവത്തോട് അടുത്ത് ചെല്ലുക. അവൻ അഭിഷേകിക്കുവാൻ പോകുകയാണ്. അവനെ ശക്തി നിന്റെ മേലേക്ക് വരാൻ പോകുകയാണ്.
ഞാൻ ആൾ മാറിയവനെ പോലായി തീരാൻ പോകുകയാണ്. ഇവിടെ മട്ട് മടങ്ങി പോകുമ്പോൾ നിന്റെ ദൈവം നിന്നോടുകൂടെ എന്ന അനുഭവത്തോടുകൂടെ മടങ്ങി പോകുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചു നമുക്കറിയാം. അവൻ യാബോക്ക് കടവെങ്കിൽ വന്നപ്പോൾ ഒരു കാര്യം ചെയ്തു. തനിക്കുള്ളതൊക്കെ തനിക്കുള്ളവരെല്ലാം അക്കരെ കടത്തി തനിയെ ശിക്ഷിച്ചു. ദൈവം ഇറങ്ങി വന്നു. അവൻ ദൈവത്തോട് ബലപ്പെട്ടിച്ചു, എന്നെ അനുഗ്രഹിക്കണം, ഈ ആറ്റിനക്കരെ ഞാൻ പോകണമെങ്കിൽ അനുഗ്രഹം കൊണ്ടേ പോകുകയുള്ളൂ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നീ മുഴങ്കാൽ മടക്കി കണ്ണടച്ചിരിക്കുമ്പോൾ നിന്റെ ഹൃദയം കൊണ്ട് എല്ലാവരെയും പിരിഞ്ഞ് ഒരു നിമിഷം വീടിനെ മറക്കുക, ഒരു നിമിഷം നിന്റെ കടഭാരത്തെ മറക്കുക, ഒരു നിമിഷം പ്രശ്നങ്ങളെ മറക്കുക, ഒരു നിമിഷം നിന്റെ സകല ബന്ധങ്ങളെയും മറക്കുക, രക്തബന്ധങ്ങളെയും മറക്കുക. ഒരു നിമിഷം നിന്റെ ദൈവം നീയും മാത്രം. അവന്റെ ശബ്ദം നിനക്ക് കേൾക്കാം. എന്റെ ആത്മാവ് നിരവധി ശക്തിയോട് വന്നിട്ട് നീ ആൾ മാറിയവനെ പോലെയായിത്തീരും. നിന്റെ ജീവിതത്തിനൊരു പുതിയ പ്ലാൻ ഞാൻ തരുന്നു. നിന്റെ ജീവിതത്തെ പുതിയ പ്ലാനിനായി ഈ രാത്രി സമർപ്പിക്കുക. ദൈവമായുള്ള ബന്ധത്തിൽ നിന്നൊരു പുതിയ അനുഭവത്തിലേക്ക് നടത്തുകയാണ്. ശ്രേഷ്ഠമായൊരു മാർഗത്തെ ഇതിന് മുൻപാകെ ദൈവം കാണിച്ചു തരികയാണ്. സാമൂഹിക ജീവിതത്തിൽ നീ വ്യത്യസ്തനായ വ്യക്തിയായി മാറാൻ പോകുകയാണ്. നിന്റെ സ്വഭാവത്തിൽ നീ ഒരു പ്രത്യേക വ്യക്തിയായി മാറാൻ പോകുകയാണ്. നിന്റെ ശരീരവും ഇതാവൻ നിന്റെ രോഗത്തെ മാറ്റി സൗഖ്യമാക്കി ഒരു പുതിയ ശരീരത്തെ തരാൻ പോകുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ശൗലേ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് നിന്റെ മേൽ വന്നിട്ട്. ഹല്ലേലൂയ. പ്രിയദൈവമേ, ഇതെല്ലാം സംഭവിക്കുന്നത് എപ്പോൾ നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് നിന്റെ മേൽ വരുന്നു. മുൻപിലിരിക്കുന്നവർക്കും ഏറ്റവും പുറകിലിരിക്കുന്നവർക്കും ആ പുറകിൽ നിൽക്കുന്നവർക്കും ആ റോഡിൽ നിൽക്കുന്നവർക്കും ആ പരിസരത്തെ ശ്രദ്ധിക്കുന്നവരുടെ മേൽ ഒരു നിമിഷം ദൈവശക്തി ഇറങ്ങി വരുന്നു. ദൈവാത്മാവ് ശക്തിയോടെ വരുന്നു നിന്നെ മാറ്റുവാൻ, നിന്നെ പുതുക്കുവാൻ, നിന്നെ ആൾ മാറിയവനാക്കി മാറ്റുവാൻ. ഹല്ലേലൂയ. നിന്റെ മനസ്സിൽ, നിന്റെ ആത്മാവിൽ, നിന്റെ ശരീരത്തിൽ, നിന്റെ സ്വഭാവത്തിൽ നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുവാൻ. അതെ, എല്ലാവരുടെ മേലുമല്ല, സമർപ്പിച്ചവരുടെ മേൽ ആത്മാവ് വരുന്നു. വെറുതെയല്ല, ഇന്നലെ വരെ ഉള്ളതുപോലല്ല, അല്പം മുമ്പ് ആരാധിച്ചപ്പോഴതല്ല, ശക്തിയോടെ ഇതാ വരുന്നു. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് ഒരു രൂപാന്തരം വരുവാൻ അവരുടെ മേൽ ശക്തിയോടെ ആത്മാവ് ഇറങ്ങി വരുന്നു. ആത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്നിട്ട് നീ ആൾ മാറിയവനെ പോലെ ആയിത്തീരുകയാണ്. യവനക്കാരാ, നിന്റെ എല്ലാ ബന്ധങ്ങളും വിട്ട് ഇപ്പോൾ നീ നിന്റെ ദൈവം മാത്രം, അങ്ങനെ നീ നിന്റെ ദൈവം മാത്രം നിലയിലേക്ക് വരുമ്പോൾ ഇതാ ഒരു അഭിഷേകം ഉണ്ടാകുന്നു. ഇതാ ഒരു ശക്തി ആവസിക്കുന്നു. അവനെ രൂപാന്തരപ്പെടുത്തി പുതിയ സൃഷ്ടിയാക്കുന്ന ശക്തി. ശക്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു.